മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം. നിങ്ങൾ പിതാവിനോട് സൗമ്യമായി ഇടപെടണം. അങ്ങനെ കുറേ അയൽവാസി പട്ടിണി കിടന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അള്ളാഹു കാണുന്നുണ്ട്, അവൻ വീക്ഷിക്കുന്നുണ്ട്. ഏതാണ് ഈ അള്ളാഹു? അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുകയാണ്, അള്ളാഹു എന്ന് വായിക്കുകയാണ്. അവിടെ ഇരുന്ന് ഞാൻ ആ പുസ്തകം ഇവിടെ ഇതെന്താ പിന്നെ പേജ് മറിച്ച് കുറേ പേജ് മറിച്ചപ്പം എൻ്റെ 10 വർഷത്തെ അന്വേഷണത്തിൻ്റെ ഉത്തരങ്ങൾ 28 പേജുള്ള പുസ്തകത്തിൻ്റെ പകുതി ഭാഗം കൊണ്ട് പൂർത്തീകരിക്കുകയാണ്. മക്കളും 10 വർഷത്തെ അന്വേഷണത്തിന് നാടും പണവും മുടക്കി, ശരീരവും മുടക്കി, സമയവും മുടക്കി ഓട്ട ഒരു വീടിപ്പെട്ടിയിൽ നിന്ന് 28 പേജുള്ള പുസ്തകത്തിൻ്റെ പകുതി ഭാഗം കൊണ്ട് പൂർത്തീകരിച്ച് മറുപടി തരികയാണ്. പുസ്തകം എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. ഞാൻ കൊടുത്ത പുസ്തകം മുഴുവൻ വായിച്ചടാ ഗബീറെ, ഈ പുസ്തകം ഞാനൊന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. തുടക്കമാണ്. ഈ പുസ്തകം ഞാനൊന്ന് കൊണ്ടുപോയിക്കോട്ടെ. ഇവിടെ നിനക്കെന്തിനാണ് ഞങ്ങളെ പുസ്തകം എന്ന് ചോദിച്ചു. അയ്യടി ഞങ്ങളുടെ പരിചയമുണ്ട്, ഞങ്ങളുടെ ആ വീടിയും നോക്കാനൊക്കെ വാങ്ങുന്ന കാറ്റുകടയാണ്. നിനക്കെന്താണ് ഈ പുസ്തകം? നിങ്ങളവിടെ പോകുമ്പോൾ കടയിൽ നിന്ന് കയറിയിട്ട് പോകണം. അയാൾ ഇന്നും ആ വീടിപ്പെട്ടി ദിവ്യമായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഇന്നലെ ഞങ്ങളിട്ടാണ് വന്നത്. ആർക്കത് കൊടുക്കത്തില്ല ആ വീടിപ്പെട്ടി. ഞാനിതിവിടെ ഈ പുസ്തകം വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ വായിച്ച് രാത്രി ഇരുന്ന് മുഴുവൻ വായിച്ച് ഒരു 10-12 പ്രാവശ്യം അങ്ങ് വായിച്ച് 28 പേജേ ഉണ്ടായിരുന്നു. തൊട്ടിൽ മുതൽ കട്ടിൽ ജലം മുതൽ മരണം വരെ എല്ലാം ടച്ച് ചെയ്ത് പോയിരിക്കുക. ഇതെന്തൊരു അത്ഭുതം അടച്ച തമ്പുരാനെ. ഞാനങ്ങ് ചിന്തിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് അതിൽ കൃത്യമായി പറയുന്നു. അള്ളാഹു അത് വായിച്ചു നോക്കുമ്പോൾ ഇവിടെ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക്. ഇനി പിന്നെ പുസ്തകം തിരക്കി പോക്കതായി. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകട്ടില്ലേ, ഒരടിമ, ഞാൻ ഇപ്പോഴത് പറയുന്നത്, അന്ന് ഞാൻ പറയുന്നത്, ഒരു അടിമ ഒരു നന്മയ്ക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി അവൻ നിലകൊണ്ടാൽ പടച്ചു തമ്മിൽ അവനെ അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഈ പുഴ കടന്നാൽ നാം എത്തിച്ചേരുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചാത്തന്തറ എന്ന പ്രദേശത്തിനടുത്തുള്ള കുറുമ്പംപുഴി എന്ന ഗ്രാമത്തിലാണ്. 300 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഒരു ആദിവാസി ഗ്രാമം രൂപപ്പെടുന്നത്. കാടിൻ്റെ നന്മയും പെരുമയുമെല്ലാം അവകാശപ്പെടുവാനുള്ള ഈ ആദിവാസി കുടുംബങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് അവരിൽ നിന്ന് 20ഓളം കുടുംബങ്ങൾ അവരുടെ വിശ്വാസാചാരങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് സൃഷ്ടാവിൻ്റെ ഏകത്വം അംഗീകരിച്ച് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. സൃഷ്ടാവിൻ്റെ മതം സ്വീകരിച്ചുകൊണ്ട് അവർ ഈ ഗ്രാമം വിട്ട് മറ്റെങ്ങും പോയില്ല. ഇസ്ലാം സ്വീകരിക്കാത്ത അവരുടെ ബന്ധുമിത്രാദികളുടെ കൂടെ അവരിന്നും കഴിയുന്നു. മൈ ഫെയ്ത്ത് മൈ റൈറ്റ് എന്ന വീഡിയോ സെഷൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നാം കാണാൻ പോകുന്നത് കുറുമ്പൻമൊഴിയിലെ ഗ്രാമനിവാസികളെയാണ്. നമുക്ക് അവരെ ഒന്ന് അടുത്തറിയാൻ ആ ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലാം. കുറുമ്പൻമൊഴി ഗ്രാമത്തിലെ ഷംസുദ്ദീൻ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഗ്രാമത്തിലെ 20ഓളം കുടുംബങ്ങളുടെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ തുടക്കം ഇദ്ദേഹത്തിലൂടെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറുമ്പൻമൊഴി എന്ന ഗ്രാമത്തിൻ്റെ ചരിത്രം ഒന്ന് പറയാമോ? ഇത് 4 വശവും വനപ്രദേശമാണ്. ഈ ഗ്രാമത്തിനകത്ത് 1865 ഇവിടെ മനുഷ്യവാസം തുടങ്ങിയതായിട്ട് പൂർവികരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് തികച്ചും ആദിവാസികളാണ്. ഉൾക്കാടർ എന്നാണ് വിളിക്കുന്നത്. ഉൾക്കാട്ടിൽ ജനിച്ചു വളർന്നവരാണെന്ന് അവരെ അറിയപ്പെടുന്നത്. ഇവിടെ കുറുമ്പൻ, നീലി, കുറുമ്പനും നീലിയും 2 മക്കളും ആയിട്ട് ഇവിടെ ഒരു മരത്തിൻ്റെ മുകളിലും മരച്ചുവട്ടിലുമായിട്ട് താമസിച്ചതായിട്ട് പൂർവികരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയിലും ഓരോ ദിവസങ്ങളും ഓരോ മരങ്ങളിൽ താമസിക്കുക, ഓരോ മരച്ചുവടുകളിൽ താമസിക്കുക, സ്ഥിരമായി ഒരിടത്തും താമസിക്കാറില്ല. ഇതാണ് ഇവരുടെ ഒരു സ്വഭാവവിശേഷം. ഇന്നും ചില ആദിവാസി ഗോത്രങ്ങൾ അങ്ങനെയാണ്. എന്നാൽ ഈ രാജഭരണമൊക്കെ പോയി ജനകീയഭരണം വന്നതിന് ശേഷം ഈ കോളനി വാസികളെ, ഈ ഉൾക്കാടരെ ഒരു സെറ്റിൽമെൻ്റായിട്ട് സർക്കാർ ഒരു കോളനിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര്
കുറുമ്പൻ മൂഴി എന്ന് പറയാൻ കാരണം ഇവിടുത്തെ ആദ്യം ഇവിടെ വന്ന് താമസിച്ച കുറുമ്പൻ്റെ നാമത്തോടു കൂടിയാണ് കുറുമ്പൻ മൂഴി എന്ന് പറഞ്ഞത്. ഇപ്പോഴും കുറുമ്പൻ മൂഴി എന്ന് തന്നെയാണ് പറയുക. ഈ പരമ്പര വളർന്ന് ഇപ്പം 110 കുടുംബങ്ങളുണ്ട്. ഈ 20ഓളം കുടുംബങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ തുടക്കം ഷംസുക്കയിൽ നിന്നാണ്, നിങ്ങളിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞാൻ കടന്നു വരാനുള്ള കാരണം, ഈ കോളനി എന്നല്ല പറയുന്ന ഊരെന്നാ പറയുക, ആദിവാസി സംഖ്യാത ഊരെന്നാ പറയുക, ഈ കുരുമ്പൻമൂഴി ഊരെന്നാ പറയുക. ഈ ഊരിൽ ഇവിടുത്തെ ആൾക്കാരും പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാറില്ല. കാട്ടിലേക്ക് മാത്രമാണ് ഇവരുടെ പോക്ക്. പുറം ലോകമായിട്ട് ബന്ധപ്പെടുന്ന ആർക്കും താല്പര്യമില്ല ആ കാലഘട്ടത്തിലൊക്കെ, മുൻ കാലഘട്ടങ്ങളിൽ. ഈ കോളനിയിൽ നിന്ന് ആദ്യമായിട്ട് പുറം ലോകത്ത് പോയ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയ ആൾ ഞാനാണ്. വേറെ ആരും പോയിട്ടില്ല. എന്തോ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ തോന്നി എന്നെ സ്കൂളിൽ വിട്ട് ഞാനൊരു 6ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം അന്ന് ഈ കോളനിയൊക്കെ നിയന്ത്രിക്കുന്നത് വനം വകുപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു മൂപ്പനുണ്ടാകും, ഊര് മൂപ്പനുണ്ടാകും. അതെൻ്റെ ഉമ്മായുടെ അമ്മാവനാണ് ഊര് മൂപ്പൻ. ഞങ്ങളുടെ പരമ്പര ഒരു മൂപ്പ കുടുംബമാണ്. ഇപ്പോൾ കുറുമ്പനെന്ന് പറയുന്നത് ഞങ്ങളുടെ വലിയ അപ്പൂപ്പനാണ്. അപ്പോൾ ഈ സ്കൂൾ വിദ്യാഭ്യാസം അത്രയും ചെയ്തതിന് ശേഷം വനം വകുപ്പ് ഇവിടെ ഒരു കുരുമ്പൻമൂഴി ഊരിനെ ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരാളെ തിരഞ്ഞെടുത്ത് അയാൾക്കൊരു പദവി കൊടുത്ത് കോളനി സെക്രട്ടറി പ്രസിഡന്റുമായിട്ട് 2 പേരെ തിരഞ്ഞെടുത്ത്. അന്ന് വിദ്യാഭ്യാസമുള്ള എഴുതാനും വായിക്കാനും അറിയാവുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് എന്നെ കോളനി സെക്രട്ടറി ആക്കി. ഞാൻ ആ പദവിയിൽ 25 വർഷം ആ പദവിയിലിരുന്നു. പുറം ലോകത്ത് പോവുക, മറ്റുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക, അങ്ങനെ ഒരു പുറം ലോകമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. നമ്മുടെ ഈ പമ്പാ നദി കടന്നു വരാൻ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചാളത്തടി, ചെങ്ങാടം, പാലം, വള്ളമൊന്നുമില്ല. ഇങ്ങോട്ട് കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഈ പുറം ലോകത്തൊക്കെ പോയി കഴിയുമ്പോൾ പല മേഖലകളിലും ബന്ധപ്പെട്ടപ്പോൾ മറ്റുള്ള മനുഷ്യരുടെ ജീവിതം, അവരുടെ വസ്ത്രധാരണം, അവരുടെ ആഹാരം, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, നമുക്കെന്തല്ല ഇതെല്ലാം നിഷേധിക്കപ്പെടുന്നത്, നമ്മളെ എന്തുകൊണ്ട് ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വയം തോന്നി തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ വിശ്വാസപരമായി ആചരിക്കുന്നതും വിശ്വസിക്കുന്നതും ഞങ്ങളുടെ ആരാധനാമൂർത്തികൾ മരണപ്പെട്ടു പോയ പൂർവികന്മാർ, പിന്നെ മലകൾ, മരം, പക്ഷി, മൃഗങ്ങൾ, പാമ്പ്, മാടൻ, മറുത, സാത്താൻ, ഇങ്ങനെയുള്ള ദൈവങ്ങളെയാണ് ഞങ്ങൾ ആരാധിച്ച് വന്നിരുന്നത്. കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അമ്പലങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അമ്മാവൻ്റെ കൂടെ ഈ അമ്പലത്തിലെ പൂജകളൊക്കെ ചെയ്ത് ഞാൻ പഠിച്ച് നടക്കുന്ന കാലത്ത് എനിക്ക് ഒരു തോന്നലുണ്ടായി. ഈ പുറലോകമായിട്ട് ബന്ധപ്പെടാൻ ഭാഗ്യം ഉണ്ടായതുകൊണ്ടാണ് ഈ തോന്നലുണ്ടായത്. പുറത്തുള്ള ദൈവാരാധനയിൽ മറ്റുള്ളവരുടെ ദൈവങ്ങൾക്ക് കൊടുക്കുന്ന പൂജാ വസ്തുക്കൾ, പാല്, പഴം, നിവേദ്യങ്ങൾ, പൂവ്, പുഷ്പം, ഇതൊക്കെയാണ്. ഞങ്ങളുടെ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങൾക്ക് കിട്ടുന്നത് മദ്യം, ഇറച്ചി ചൂട്ടത്, മീൻ ചൂട്ടത്, കഞ്ചാവ്, ഇതൊക്കെയാണ്. ഇവിടെ ഒരു വലിയൊരു വ്യത്യാസം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ദൈവങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നലുണ്ടായി. ഒന്നത്. രണ്ടാമത് 1980-85 കാലഘട്ടത്തിൽ ഞാൻ ഇവിടുന്ന് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുത്ത്. ആ പഞ്ചായത്ത് കമ്മിറ്റിയിൽ എനിക്ക് ഒരു പഞ്ചായത്ത് മെമ്പറുടെ സ്ഥാനമാനങ്ങൾ നിഷേധിക്കപ്പെട്ടു. എൻ്റെ ജോലി അവിടെ മറ്റുള്ള മെമ്പർമാർക്കും പ്രസിഡന്റുമാർക്കും ചായ വാങ്ങുക, വീടി വാങ്ങുക, മുറുക്കാൻ വാങ്ങുക.
ഇരിക്കാനൊരു കസേര പോലും എനിക്കില്ലാത്തൊരവസ്ഥ ഉണ്ടായി. അതായത് ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചെറുപ്പം ഞാനാണ് ഉള്ളത്. അന്ന് എനിക്ക് വയസ്സ് 30 വയസ്സൊക്കെ ഉള്ളൂ. ചെറുപ്പം ഞാനാണ്, മറ്റുള്ളവരൊക്കെ പ്രായമുള്ളവരാണ്. ആദ്യമൊക്കെ അങ്ങനെ വിചാരിച്ച് ഞാൻ ചെറുപ്പമായതുകൊണ്ട് 2 നിലയുടെ മണ്ടയിൽ നിന്ന് ഇറങ്ങി എന്നെ ഉപയോഗിച്ചാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ 2-3 കമ്മിറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല സംഭവം. എനിക്കൊരു കസേര കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഒരു മെമ്പറാകാനുള്ള യോഗ്യതയൊന്നും ഇവിടുത്തെ ആദിവാസികൾക്ക് പറഞ്ഞിട്ടില്ല. ഇവർ സമൂഹത്തിൽ കൊള്ളരുതാത്തൊരു സമൂഹത്തിന് ആവശ്യമില്ലാത്തൊരു ഒരു വിഭാഗമാണെന്നാണ് ചിലരുടെയൊക്കെ ഉള്ളിലിരിപ്പ്. അത് പല അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് പറയാറുണ്ട്. ഇപ്പം എനിക്കൊരു 4 കമ്മിറ്റിക്കൊക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ 5ാമത്തെ കമ്മിറ്റിക്ക് ഒരു രാജിക്കത്ത് എഴുതിക്കൊണ്ടാണ് പോകുന്നത്. അവിടെ അന്ന് കമ്മിറ്റി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ രാവിലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി കയറി ചെല്ലുകയും പ്രസിഡൻറ്റിൻ്റെ കസേര കയറി ഞാൻ ഇരുന്നു. കാരണം നമ്മൾ അവിടുന്ന് യാത്ര പറയാൻ പോക്കറ്റിൽ കത്തുണ്ട്. അപ്പം മറ്റുള്ള മെമ്പർമാരൊക്കെ പറഞ്ഞ് സോമനെ അഞ്ഞോട്ട് മാറിയിരിക്കുക, എന്താ അവിടെ ഇരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ സീറ്റ് ഇതാണെന്ന് പറഞ്ഞു. അതൊരു പ്രശ്നമായി. പ്രസിഡന്റ് കയറി വന്ന് അപ്പം ഞാൻ അവരോട് ചോദിച്ച്, എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ ഇവിടുത്തെ ഒരു പിയൂണിൻ്റെ ജോലി ഏൽപ്പിച്ചത്? ഞാനും നിങ്ങളെപ്പോഴും മെമ്പറല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നത്? അത് പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. ഞാനൊരു കാട്ടുജാതിക്കാരനാണെന്നുള്ള കാഴ്ചപ്പാട് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല. ഞാനിനി കമ്മിറ്റിക്കില്ല. ഇതാ രാജിക്കത്തെടുത്ത് പ്രസിഡൻ്റെ കൊടുത്ത് ഞാൻ തിരിഞ്ഞ് പോരുവാണ്. വീട്ടിൽ വന്ന് എൻ്റെ വാപ്പായോടും ഉമ്മായോടും അന്നത്തെ അറിവിൻ്റെ കുറവാണ് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ഈ ജാതി പറഞ്ഞത്? നിങ്ങൾക്കൊരു ഈഴവനെങ്കിലും ആയിക്കൂടായിരുന്നു. എന്തിനാണ് വേദനിച്ചത്? പേരല്ലേ, ഷോക്കിലാണ്. അവർക്കെന്ത് പറയാൻ കഴിയും? അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതല്ലേ. അപ്പം ഈ ജാതിയിൽ നിന്നുള്ള മോചനം, ഞാൻ ഉൾപ്പെട്ട ഈ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള മോചന മാർഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ച്, എവിടെ എനിക്ക് മോചനം കിട്ടും? ഒരു മനുഷ്യനാണുള്ള മോചനം എവിടെ കിട്ടും? അപ്പം പല സാഹചര്യങ്ങളിലുണ്ടായ ഒറ്റപ്പെടുത്തൽ, അവഹേളന എൻ്റെ കുട്ടികൾക്കുണ്ടാകാത്ത ഒരു മാർഗം എന്തുണ്ടാകും? ഇതാണ് എൻ്റെ ചിന്തകൾ പോയത്. അപ്പം ജാതി എവിടെ നിന്നാണ് ഉണ്ടായത്? ഇതാണ് എൻ്റെ പഠന വിഷയമാക്കിയെടുത്തത്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? അതായിരുന്നു എവിടെ നിന്നാണ് ജാതി ഉണ്ടായത്, ഇതിൽ നിന്ന് എങ്ങനെ മോചനം ഉണ്ടാകും? അങ്ങനെ പല പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും പലരോട് ചോദിക്കുകയും പറയുകയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം എനിക്ക് ബോധ്യം വന്ന്, ജാതി എന്ന് പറയുന്ന ഒന്നില്ല, അത് മനുഷ്യനിർമ്മിതമാണ്. ദൈവം ജാതികളെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധ്യം വന്നു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ജാതി എന്നുള്ള മോചന അന്വേഷണം ദൈവത്തിലേക്ക് നീണ്ടുപോയി, കളം മാറിപ്പോയി. അവിടെയാണ് എനിക്ക് പറ്റിയ ഒരു റൂട്ട്. അങ്ങനെ ആയിരുന്നപ്പോൾ ഞങ്ങളിപ്പോൾ ഞാനും എൻ്റെ സമൂഹവും എൻ്റെ പൂർവികരും ആരാധിച്ച് വരുന്ന ആരാധന മൂർത്തികൾ, ഈ ദൈവങ്ങൾ തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം ഒരു പഠനം നടത്തി. ഇപ്പോൾ ഞങ്ങളുടെ ഈ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ടാൽ, ജനിച്ചാൽ, വിവാഹം, രോഗം വന്നാൽ ഇതിനൊന്നും ചികിത്സ തേടാറില്ല. ഇതിനെല്ലാം ആദിവാസി ഒരു മൂപ്പന് അല്ലെങ്കിൽ അമ്പലത്തിലെ സ്വാമികൾ പടയനി തീർപ്പ് കടത്തിയാൽ അത് എന്നെ ഇല്ലാതാക്കുകയാണ്. ഏത് രോഗം വന്നാലും നേർച്ചകൾ, അതിന് ഞങ്ങളുടെ ആരാധനാമൂർത്തികൾക്ക് പിന്നെ എന്തെങ്കിലും നിവേദ്യങ്ങൾ എന്താ, കൂടുതൽ കള്ള്, കൂടുതൽ കരിക്ക്. ജീവിച്ചിരിക്കുന്നവരാണോ ആരാധനാമൂർത്തികളായിട്ട് കൊണ്ടു നടന്നിരുന്നത്? ജീവിച്ചിരിക്കുന്ന വ്യക്തികളെയാണോ? മരിച്ചുപോയവരെ പിന്നെ മാറനെന്നും മർദ്ദാനെന്നും പറയുന്ന അരൂപിയെ കാണാനില്ല. പിന്നെ മലയെന്ന് വിളിക്കുന്നതിന് അത് ഏതോ മലയൊക്കെ 99 മലയാണ് വിളിക്കുക. ഇങ്ങനെയൊക്കെയാണ് ആരാധന. അപ്പോൾ ഈ നേർച്ച ചെയ്യുന്ന വസ്തുക്കൾ എവിടെയാണ് കൊണ്ടുവെക്കുന്നത്? അത് അമ്പലത്തിൻ്റെ മുറ്റത്ത്, അല്ല ഞങ്ങളുടെ ആരാധന പിന്നെ ഒരു ക്ഷേത്രം ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാ ക്ഷേത്രമൊക്കെ. അതിൻ്റെ മുറ്റത്ത് വെച്ച് ഈ പടയനി കരിക്കൊക്കെ അടിച്ച്, ഇപ്പോൾ ഒരാൾക്കൊരു രോഗം വന്നാൽ കരിക്കൊക്കെ അടിച്ച് അത് തീർത്ത് കളയാണ്. ഇതാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മദ്യം നിർബന്ധമാണ്. മദ്യമില്ലാതെ ഞങ്ങളുടെ ഒരു ദൈവങ്ങളും പ്രസാദിക്കപ്പെടുകയില്ല. മദ്യം നിർബന്ധമാണ്. അത് പ്രസവിച്ചാൽ മദ്യം, വിവാഹത്തിന് മദ്യം, അതിപ്പോഴും ഉണ്ട്. അതിപ്പോഴും ഈ സമൂഹത്തിലേക്കുണ്ട്. ഈ മദ്യം ദൈവത്തിന് വെച്ച് കൊടുക്കുമ്പോൾ ഇത് അവർ സേവിക്കും എന്നതാണോ വിശ്വാസം? അതെ, അത് അവിടെ വെച്ച് ഒരു ഗ്ലാസ്സിലോ കുപ്പിയിലോ അവിടെ വെച്ച് കഴിഞ്ഞാൽ
പിന്നെ ആ ദീപങ്ങളെയൊക്കെ വിളിച്ച് അവർക്ക് ഈ നിവേദ്യങ്ങളെല്ലാം കൊടുത്താൽ അവർ കഴിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ആ പൂജാരി എടുത്ത് അത് കഴിക്കും. ഞാനും കഴിച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കുക. അതിന് ശേഷം ഞാനത് കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ അപ്പോൾ എൻ്റെ അമ്മാവൻ്റെ കൂടെ നടന്ന് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു ഊരുമൂപ്പൻ്റെ ഭാഗത്ത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി പൂജാരിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത്. ഈ ജാതീയത നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചു ഇതിൽ നിന്നൊരു മോചനം വേണം, ഒരു മോചനം വേണമെന്ന് ആഗ്രഹിച്ചു. എനിക്ക് മാത്രമല്ല, എന്റെ ഗ്രാമത്തിലെ മൊത്തം ജനങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം വേണമെന്ന ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടായി? ഇല്ല, അത് എനിക്ക് അങ്ങനെ ആദ്യം എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ കുട്ടികളെ രക്ഷപ്പെടുത്തണം, അതായിരുന്നു എൻ്റെ ചിന്ത. എനിക്ക് പിന്നെ എന്താ സർക്കാർ കുറേ ആനുകൂല്യങ്ങൾ കൊടുക്കുക, എന്നിട്ട് എന്താ ഇത് പട്ടിക്കും പന്നിക്കും കോഴിക്കൊക്കെ തീറ്റ കൊടുക്കുന്നു, എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം തിരഞ്ഞു കൊടുക്കും. ഇവിടെ ഒരിക്കലും മോചനമില്ല. ഒരു മോചനമാർക്കും നല്ലൊരു വസ്ത്രം ധരിക്കാനോ മറ്റുള്ളവരോടൊപ്പം ഇരിക്കാനോ എന്താ മറ്റൊരു വീട്ടിൽ കയറ്റി ഇരുത്താനോ. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ ഗിരിജൻ സർവീസ് സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ അപ്പോൾ ഈ ജനങ്ങളെ പിന്തുണയുള്ളതുകൊണ്ട് എനിക്ക് അധികാരങ്ങൾ കൈവരാറുണ്ട്. ഈ ഗിരിജൻ സർവീസ് സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് സെക്രട്ടറിയുടെ വീട്ടിൽ ഒരിക്കലും എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ നിന്ന് ഞങ്ങൾ കാപ്പി കഴിച്ച്. അതൊരു ക്രിസ്ത്യാനിയാണ്. കാപ്പി കഴിച്ചപ്പോൾ അപ്പവും കടലക്കറിയും ഇടുന്നത്. തമിഴ് ഞങ്ങൾ സെക്രട്ടറി ക്രിസ്ത്യാനിയാണ്, ഞാൻ പ്രസിഡൻ്റാണ്. കഴിച്ചിട്ടുണ്ടപ്പോൾ കഴിച്ചതിന് ശേഷം ഇവരുടെ സെക്രട്ടറി ഉമ്മ കയറി വന്നപ്പോൾ ഈ രംഗം കണ്ടിട്ട് അവർക്ക് സഹിച്ചില്ല. ഇവർ അടുക്കളയിൽ പോയി അവരുടെ മരുമോളെ ഒത്തിരി വഴക്ക് പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞ് ഈ ഭക്ഷണം കഴിച്ചു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തിനായിരുന്നു അവർ അത്തരം വഴക്ക് പറഞ്ഞത്? വഴക്ക് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഹീനജാതിക്കാരനെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച്. ഇതവർക്ക് അവരുടെ പ്രായത്തിൻ്റെയോ അല്ല എന്തോ ആയിരിക്കും, അവർക്കത് സഹിച്ചില്ല. ഞാൻ ആ പാത്രം എടുത്തുകൊണ്ട് പുറത്ത് പോയി കഴുകി വൃത്തിയാക്കി മേശപ്പുറത്ത് വെച്ച്. ഇതൊക്കെ എൻ്റെ മനസ്സിനെ എൻ്റെ ഹൃദയം പടപടാടിക്കുകയാണ്. കാരണം ഞാനപ്പോൾ എന്നോട് കണ്ണാടി ഞാൻ നോക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. എനിക്ക് എൻ്റെ മുഖത്തിന് എന്തെങ്കിലും മൃഗത്തിൻ്റെയോ വല്ല രൂപമുണ്ടോ, മൃഗത്തിൻ്റെ വല്ല എന്താ, എനിക്ക് വസ്ത്രത്തിൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പം വസ്ത്രമൊക്കെ വളരെ ചുരുക്കമാണ്, നല്ല വസ്ത്രമൊക്കെ പൈസയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ പല അനുഭവങ്ങളിൽ നിന്നാണ് മനുഷ്യനായി തന്നെ പരിഗണിക്കാത്ത ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഒരു മോചന മാർഗത്തെ കുറിച്ച് ചിന്തിച്ചത്. ആ ചിന്ത എങ്ങനെ ഇസ്ലാമിലേക്ക് നിങ്ങൾ എത്തിച്ചു? അവിടത്തേക്കാണ് വരുന്നത്. അതോടൊപ്പം എൻ്റെ മകള് സ്കൂളിൽ പഠിക്കുമ്പോൾ, എനിക്കൊരു പെൺമകളാണുള്ളത്, സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ മകളെ കണ്ടാൽ ഒരു വസ്ത്രധാരണത്തിലും രൂപം കൊണ്ടും നിറം കൊണ്ടും ഒന്നും ഒരു ആദിവാസിയാണെന്ന് പറയില്ല. ആ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റുള്ള ജാതിയിൽപ്പെട്ട കുട്ടികളുമായിട്ടൊക്കെ വളരെ സ്നേഹിച്ച് പിന്നെ സഹകരിച്ച് ഒന്നിച്ച് ഉച്ചയൂണിയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കറികളൊക്കെ കൈമാറി കഴിഞ്ഞു ഒരു കാലഘട്ടത്തിൽ, എൻ്റെ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ദിവസം ടീച്ചർ സ്കൂളിൽ വന്ന് പറഞ്ഞ് ടൈഫൻഡുള്ള ആദിവാസി കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റപ്പോൾ എൻ്റെ മോൾ എഴുന്നേറ്റ് അന്ന് ഉണ്ണാൻ പോയി കഴിഞ്ഞപ്പം ഇവക്ക് ഉണ്ണാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കൂട്ടുകൂടിയ കുട്ടികൾ മുഴുവൻ അവളോട് വിട്ടുപോയി. അവൾ ഒറ്റയ്ക്കിരുന്ന് ചോറ് കുറച്ചുകൊണ്ടിട്ട് ബാക്കി മടക്കി ഇവിടെ കരഞ്ഞുകൊണ്ട് വന്നു എൻ്റെ വീട്ടിൽ. അത് ഈ അടുത്ത കാലം ദൂരമൊന്നുമല്ല, വിദൂരമല്ല. അപ്പോൾ ആ സ്കൂൾ കുട്ടികളുടെ മനസ്സുകളിൽ പോലും അതിന്റെ സ്വാധീനം ഉണ്ടോ? അതെ, അതാണ് ഈ സ്കൂൾ കുട്ടി ഉണ്ട്. അപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഞാൻ ചെന്താ മോളെ കരയുന്നേ. അന്ന് 350 രൂപ ടൈഫൻഡ് കിട്ടുന്നത്. അന്നെ ചാച്ചെന്നാണ് വിളിക്കുന്നത് ഞങ്ങളുടെ. ഈ 350 രൂപയ്ക്ക് പറഞ്ഞാണ് ചാച്ച എന്നെ കൊണ്ട് ഈ ആദിവാസിയായിട്ട് ചേർത്തെന്ന് ചോദിച്ചു. എന്താ മോളെ, ഞാൻ സ്കൂളിൽ പോകുന്നില്ല. എന്താ, എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോട് പിണങ്ങി. എന്തിൻ്റെ പേരില്ല? ആ സാറിങ്ങനെ പറഞ്ഞ് ടൈഫൻഡുള്ള ആദിവാസി കുട്ടികൾ എഴുന്നേക്കാം, ഞാൻ എഴുന്നേറ്റ്, അതുകൊണ്ട് മറ്റുള്ളവരെന്നോട് മിണ്ടുകല കൂടുകല. എൻ്റെ ഈ അന്വേഷണവും എൻ്റെ ഈ കണ്ടലത്തിൽ നടക്കുന്ന കൂട്ടത്തിലാണ് ഇതിലൂടെ വീണ്ടും പ്രസിംഗായിട്ട് വരുന്നത്. നമുക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ ഈ കാറ്റഗറിയിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്ന് എൻ്റെ മനസ്സ് ഉറപ്പിച്ച്, അങ്ങനെ ഞാൻ നമ്മൾ വന്ന റൂട്ട് വിട്ടുപോയി. അപ്പോൾ അമ്മാവൻ എന്നെ ഓരോ കാര്യങ്ങൾ, ഓരോ മന്ത്രങ്ങൾ, ഓരോ രോഗത്തിന് ചികിത്സിക്കുന്നത് ഒക്കെ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആചാരങ്ങൾ ഞാനുള്ളത്. ഇപ്പോൾ ഒരിക്കലേ മനസ്സുകൊണ്ട് എനിക്ക്
ഞങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും വെറുപ്പ് തോന്നി തുടങ്ങി. വെറുപ്പല്ല, സംശയം തോന്നി. ആദ്യമായിട്ടുണ്ടായത് സംശയങ്ങളാണ്. ഒരിക്കൽ ഞാനിതൊരു പരീക്ഷണം നടത്തി. ഞങ്ങളുടെ അടുത്തൊരു കോളനിയിലെ ഒരു വീട്ടിലെ ഒരു 14 വയസ്സുള്ളൊരു പെണ്ണ്. ഈ പെണ്ണിന് എന്തോ അസുഖമായിട്ട് ഇത് കുനിഞ്ഞിരിക്കുക, ആരോടും മിണ്ടത്തില്ല. അപ്പോൾ ആ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ വന്ന് എൻ്റെ അമ്മാവനെ വിളിക്കുന്ന സ്വാമി എന്നാണ്. സ്വാമി വീട്ടിൽ വരെ വരണം, എന്താ പെണ്ണിന് എന്തോ പ്രശ്നമാണോ, അസുഖമാണോ, വരണമെന്ന് പറഞ്ഞു, ഒരു തീർപ്പ് വെക്കണമെന്ന് പറഞ്ഞു. അമ്മാവൻ അന്ന് എന്നെ വിളിച്ച് പറഞ്ഞടാ ഇങ്ങോട്ട് പോകണം. അപ്പം ഞാനും എൻ്റെ ഒരു അസിസ്റ്റൻറ്റും അമ്മാവനും കൂടി വീട്ടിൽ ചെന്നു. ഈ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോഴേ സ്വാമിക്കുള്ള മദ്യം ആതിരിപ്പുണ്ട്. അത് ഓരോ ഗ്ലാസ് കഴിച്ച്. അപ്പോൾ അമ്മാവൻ്റെ ഞങ്ങൾക്കൊരു ആചാരമുണ്ട്, അച്ഛനേക്കാൾ കൂടുതൽ അമ്മാവന്മാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അമ്മാവൻ്റെ കാണാൻ മദ്യമൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും കൂടെ പോയി, ഞങ്ങളും പോയി പുറത്തെ വാലിൽ കൂടെ പോയി ഓരോ ഗ്ലാസോട്ട് അടിച്ചിട്ട് സന്ധ്യയായപ്പോൾ പൂജാ കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പം അമ്മ പല പടയണ്ണികളും പല നേർച്ച പിന്നെ തീർപ്പുകളും കൽപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ അന്നത്തെ സംഭവത്തിൽ ഈ പെണ്ണിൻ്റെ അസുഖം എന്താണെന്ന് അറിയില്ല. പെണ്ണിങ്ങനെ കുഞ്ഞു തന്നെ ഇരിക്കുക. 14 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ഒരു 4 കരിക്ക് നിരത്തി വെച്ച് എല്ലാ പടയണിക്കുള്ള എല്ലാ സാധനങ്ങളും നിരത്തി വെച്ച് അമ്മാവൻ മല വിളിക്കുകയാണ്. മലയാണ് ആദ്യം വിളിക്കുന്നത്. തലപ്പാറ മല, ഉടുമ്പാറ മല, വട്ടകട്ടി, മൂർത്തി, മലദൈവങ്ങളെ വിളിക്കുകയാണ്. മല വിളിച്ച് ഇങ്ങനെ ഈ കുട്ടിയുടെ രോഗത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ കരിക്കും കൈപ്പിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ അല്പമാണ് ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് ഇരിക്കുന്നത്. എനിക്ക് വെറുതെ ഒരു കുസൃതി തോന്നി. കുറേ മണ്ണ് അവിടെ കിടന്നത്, കുറേ മണൽ വാരി ഞാൻ ഈ പൂജാക്കളത്തിലേക്ക് കളത്തിലേക്ക് എറിഞ്ഞു. അത് മദ്യമില്ലാത്ത കിടക്കുന്നത്. അപ്പോൾ അമ്മാവനെ നിഷേധിച്ചു, എന്തോ അങ്ങനെ ചെയ്തു പോയി. അത് ചിലപ്പോൾ എൻ്റെ ഈ ഒരു പരീക്ഷണം കൂടി ആയിരുന്നു. ഇപ്പോൾ ഈ മണൽ ഈ പൂജാക്കളത്തിൽ ചെന്ന് വീഴുകയും അമ്മാവൻ്റെ ദേഹത്ത് കൊള്ളുകയും ചെയ്തപ്പോഴത്തേക്ക് അമ്മാവൻ പാടെ വയലൻ്റായി. അപ്പം അദ്ദേഹം പിന്നെ ചോദിക്കുകയാണ്, നീ എന്നോട് കളിക്കാറായോ? അത്രയ്ക്ക് വലിയ വിശേഷമാണോ നീ? ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? അങ്ങനെ അട്ടഹസിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ ഉടനെ കൂട്ടുകാരൻ പറഞ്ഞ് നമ്മളാണെന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പം മറ്റെന്തോ ശക്തി അമ്മാവൻ്റെ പൂജയെ തകർക്കുകയാണെന്നാണ് ആ വിശ്വാസം. എൻ്റെ അടുത്ത് നിന്ന് കൂട്ടുകാരൻ ഒരു ഉണക്കക്കമ്പെടുത്ത് ഒറ്റ കയറ്. ഞാൻ ചെയ്തതിൻ്റെ പുറകെ. ഇതൊക്കെ ഒരു നിമിത്തമായിരുന്നു ഞാനിപ്പോൾ ഓർക്കുന്നത്. ഇത് എന്ന് പൂജാക്കളത്തിൽ വീഴുകയും അമ്മാവൻ്റെ കാര്യം കൊള്ളുകയും ചെയ്തു. ഈ സമയത്ത് അമ്മാവൻ അട്ടഹസിച്ച് തുള്ളി അലറി ഭയങ്കര ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. അപ്പം ഞാൻ പേടിച്ചു പോയി. ഞാനും അയാളും എൻ്റെ കൂട്ടുകാരൻ കൂടെ പേടിച്ചെന്ന് സഭയിൽ ചെന്ന് കൈയും കൂപ്പി അടുത്ത് നിന്ന് ഞങ്ങളാണ് ചെയ്തത്. എന്നിട്ട് വീട്ടുകാരനെ വിളിച്ച് പറഞ്ഞ് ആ വീട്ടുകാരനോട് പറഞ്ഞ് ഇത് സാധാരണ പിശാചല്ല, ഇതിനെ ഒതുക്കണമെങ്കിൽ ഈ പൂജ പോരാ. അതുകൊണ്ട് ഞാൻ 3 ദിവസത്തേക്ക് അടക്കം വെക്കുകയാണ്. 3 ദിവസം കഴിയുമ്പോൾ ഇന്ന സാധനം ഒരു ലിസ്റ്റ്, കരിങ്കോഴി മുതൽ കാഞ്ഞാരത്തിൻ്റെ വേര് വരെ ഒരു ലിസ്റ്റ് പുള്ളി പറഞ്ഞ് തുള്ളിക്കൊണ്ടാണ് പറയുന്നത്. അടക്കം വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതുവരെ ഒന്നും കുഴപ്പമില്ല, ഒരു അടക്കം വെക്കുക, ഒരു അവധി വെക്കുക. അപ്പം എതിരായിട്ട് വരുന്ന ശാസിനെ തൃപ്തിപ്പെടുത്താൻ അതിനുള്ള പൂജ വേണമല്ലോ. അതിന് കൂടുതൽ സാധനങ്ങൾ, കോഴി, കുളവി ഇതൊക്കെ വേണം. 7 ദിവസത്തേക്ക് അടക്കം വെക്കുക. അതുകൊണ്ട് ഇന്ന് ഈ പൂജയ്ക്ക് ആ ശാശി ഒതുങ്ങുകയാണെന്ന് പറഞ്ഞു. കാരണം എന്നോട് പോലും കളിച്ച, അതാ കൊച്ചുവേല എന്നോട് പോലും ശാശി കളിച്ചിരിക്കും. കാരണം ആദ്യം പൂജാകളത്തിലേക്ക് ചെയ്തത് ഇത് ഞങ്ങളാണ് ചെയ്തതല്ലേ. ഇങ്ങനെ പറഞ്ഞ് ഇദ്ദേഹം ഒരു കരിക്ക് എടുത്ത് കരിക്കടിച്ച് പൊട്ടിക്കണം. കരിക്കടിച്ച് പൊട്ടിക്കുക ഈ വലിയ കല്ലിൻ്റെ എഡ്ജിനാണ് ഈ കരിക്ക് കൊള്ളുന്നത്. എഡ്ജേക്ക് വന്നുകൊണ്ട് കൃത്യമായിട്ട് കൊണ്ടുമില്ല, പൊട്ടിയുമില്ല. എഡ്ജേക്ക് കൊണ്ടുവന്നിട്ട് ഈ കരിക്ക് തെറിച്ച് ആ പെണ്ണിൻ്റെ അമ്മ ഇതെല്ലാം ഞങ്ങൾ വട്ടത്തിൽ നിൽക്കുകയാണല്ലോ, ഇതിൻ്റെ മുട്ടയെ പോയി ഇടിച്ച്. ഈ ഭയങ്കര കരിക്കായിരുന്നു. ഇത് തെറിച്ച് പോയ മുട്ടയിലിടിച്ച് ഇവരെൻ്റെ അയ്യോ എൻ്റെ മുട്ടയും പറഞ്ഞ് ഇവർ താഴെ വീണു. ആകെപ്പാട പ്രശ്നമായി. അപ്പോൾ അവരെ പിടിച്ച് അപ്പോൾ പറഞ്ഞ അമ്മ പറഞ്ഞ് ഇത് ചെറിയ കാര്യമല്ല ഇത് കേട്ടോ. അതുകൊണ്ട് ഞാൻ 4 ദിവസത്തെ അതേക്ക് ഞാൻ അടക്കം വെക്കുന്ന 4-ാം ദിവസം തീർത്ത് കളയാമെന്ന് പറഞ്ഞു. ഈ രംഗം കണ്ടപ്പോൾ എനിക്ക് പേടിച്ച് പോയി. അത് അമ്മ അറിഞ്ഞെങ്കിൽ ആ പടം കുഴപ്പമാകുമല്ലോ. പെടൽ വെട്ടിക്കളയാതാണ് ഇത്. അതുകൊണ്ട് വന്ന വഴിക്ക് ഞങ്ങൾ പിരിയുന്ന സമയത്ത് അമ്മാവൻ പറഞ്ഞടാ നീ കണ്ടോ ഇതിന്. അപ്പോൾ എന്നെ നമ്മൾ ഗുരുവല്ലേ, ശിഷ്യനെ പഠിപ്പിക്കല്ലേ, ഇത് കണ്ട അതിനെയൊക്കെ ഒതുക്കണമെങ്കിൽ അതിനുള്ള പൂജയും കർമ്മങ്ങളും വേണമെന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിൽ പറഞ്ഞ് ഞാനിവിടെ ഒന്ന് വിജയിച്ചിരിക്കുന്നു. ഒരു പരീക്ഷണത്തിൽ വിജയിക്കുന്ന എൻ്റെ മനസ്സ് പറഞ്ഞു, ഒന്ന് വിജയിച്ചിരിക്കുന്നു പറഞ്ഞു.
അപ്പം ഇത് വിശ്വാസം ഇത് ശരിയാണെന്നൊന്നും നമുക്ക് വെറുതെ കൊണ്ട് ചാടിക്കരുത് ഒന്നിനെ വെറുതെ നമ്മൾ ഊഹാപോഹങ്ങൾ പറയാൻ പാടില്ല. ഓരോന്നും പരീക്ഷിച്ച് അല്ലെ കണ്ടെത്തി പഠിച്ച് വേണം അതിന്റെ ഉത്തരം പറയാം അല്ലേ. പ്രത്യേകിച്ച് ചെറുപ്പം മുതലേ വിശ്വസിച്ചു പോകുന്ന, അതെ, മനസ്സിൽ വേരാഴ്ന്നിറങ്ങിയ ഒരു വിശ്വാസമാണ്. പിറ്റേ ദിവസം അന്ന് ഞങ്ങൾക്ക് ഒരു കടത്ത് വെള്ളമുണ്ട്. ഈ കടത്ത് വെള്ളക്കാരൻ ഞാനാ. പിറ്റേ ദിവസം ഈ പെണ്ണിൻ്റെ അച്ഛൻ ഊട്ടി രാവിലെ വന്നു പറഞ്ഞ് എന്നെ കൊച്ചുസ്വാമി എന്നാ വിളിക്കുക, മറ്റേ വലിയസ്വാമി അമ്മാവൻ. കൊച്ചുസ്വാമി വലിയസ്വാമി അവിടെ ഉണ്ടോ? ഞാൻ ചെന്താ ആ പെണ്ണിന് ഛർദിൽ തുടങ്ങിയെന്ന് പറഞ്ഞു. ഛർദിൽ പോയി ആ കുഴപ്പമാണെന്ന് പറഞ്ഞു. ഞാൻ കുറേ നേരം ആലോചിച്ചത് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ അവളുടെ പേര് വെച്ചത് പറഞ്ഞു, ചേട്ടനൊരു കാര്യം ചെയ്യാവും, ഈ പെണ്ണിനെയും കൊണ്ട് ഇപ്പം അമ്മാവൻ്റെ അടുത്തോട്ട് പോകണ്ട, ഈ പെണ്ണിനെയും കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നൊരു കാഞ്ഞിരപ്പള്ളി ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി ഉണ്ട്, അവിടെ പോയി പെണ്ണിനെ ഒരു ഡോക്ടറെ ഒന്ന് കാണിക്കണം. എന്താണെന്ന് നമുക്കറിയാം. അത് സ്വാമി അടക്കം വെച്ചിരിക്കല്ലേ. സ്വാമി അടക്കം വെച്ചിരുന്നല്ല. അമ്മ പറഞ്ഞ് പോകാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ ആ വെള്ളം നിങ്ങളെ കുളിച്ച കടയിൽ നിന്ന് വെള്ളം പൂട്ടിയിട്ട് വീട്ടിൽ വന്ന് അപ്പോൾ ഞാൻ ഈ 2 രൂപയും 3 രൂപ തൊട്ട് കിട്ടുന്ന ഇങ്ങനെ കൊടുക്കലിട്ടേക്കും. ഇതെല്ലാം കൂടെ പൊട്ടിച്ച് 35 രൂപ എൻ്റെ കിട്ടി. പൊട്ടിച്ച് ഞാൻ പറഞ്ഞ് ആ പോകേണ്ട, അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, പോകേണ്ട വണ്ടിയുടെ സമയം എല്ലാം പറഞ്ഞു കൊടുത്ത് പോയി ആശുപത്രിയിൽ പോയി പെണ്ണിൻ്റെ പേര് വച്ച് കിടക്കുന്നത് എല്ലാം പറഞ്ഞു കൊടുത്ത്. എനിക്ക് കൂടെ പോകണമെന്നുണ്ട്, പക്ഷേ പേടിയാണ്. ഇതൊരു അടുത്തൊരു പരീക്ഷണമായത്. അടുത്തൊരു പരീക്ഷണത്തിലേക്ക് ഞാൻ പോയതാ. ഇവിടെ കൊണ്ടുചെന്ന് ഈ പെണ്ണിനെ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഒരു 4 മണിയായപ്പോൾ ഞാൻ ഇവരെയും പ്രതീക്ഷിച്ച് വള്ളത്തെ ഇരിക്കുക. തിരിച്ചു വന്നു പറഞ്ഞാൽ ഈ പുള്ളി വള്ളത്തിലോട്ട് വന്ന് കമിഴ്ന്ന് വീഴുകയാണ്. എൻ്റെ സ്വാമി എല്ലാം നശിച്ചു എന്ന് പറഞ്ഞ്. ഞാൻ ചോദിച്ചു എന്താ? പെണ്ണ് 4 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞു. കാരണം അത് ഞങ്ങളുടെ ഊരിനകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും അതിനെ ഊര് വിലക്കുക എന്ന് പറയും. അങ്ങനെ വിചാരം ചെയ്യുന്നവരെ പിന്നെ ആ ഊരിൽ കാണാൻ പാടില്ല, അവരെ ആട്ടി ഓടിക്കുക. അവർ ഓടിച്ച് വിടുകയും ചെയ്തു കേട്ടോ, അത് വേറെ കാര്യം. പെണ്ണ് ഗർഭിണിയാണ്. അത് അപ്പോഴാണ് അറിയുന്നത്. ഇപ്പം ഇവിടെ ശാശി കൂടിയാണെന്നാണ് അമ്മാവൻ്റെ കണ്ടെത്തൽ. ഇത് പെണ്ണ് ഗർഭിണിയാണ്. അത് ഈ ആദിവാസി കോളനിയിൽ കടന്നു വന്ന ഏതോ ഒരുത്തൻ നല്ല പെണ്ണായിരുന്നു കാണാൻ. ഈ പെണ്ണിനെ അതിനെ ഗർഭിണിയാക്കിയതാണ്. പക്ഷെ ആ കേസിലുണ്ടാകുന്ന ഞാൻ പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ആ കേസ് പൊക്കി കേസാക്കി ഭയങ്കര വിഷയമൊക്കെ ആയി. അത് രണ്ടാമത്തെ കാര്യം. ശേഷം അടുത്ത പൂജയ്ക്ക് പോകേണ്ട സമയമായപ്പോഴത്തേക്ക് അമ്മാവൻ ചോദിച്ചാൽ നാളെ അവിടെ കൊണ്ട് പൂജയ്ക്ക് പോകേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇത് അറിഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞു ഈ വിഷയം നിങ്ങൾ ഒരു കാരണവശാലും പോയി അമ്മാവനോട് പറയരുത്, നിങ്ങൾ പെണ്ണെ കൊണ്ട് വീട്ടിൽ പോകും, അടുത്ത കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞു. ആ പൂജയ്ക്ക് പോകേണ്ട സമയമായപ്പോൾ അമ്മാവൻ ചോദിച്ചാൽ അങ്ങോട്ട് പൂജയ്ക്ക് പോകേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ അമ്മ അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. കേട്ടോ അതിന് ദേശാറുകലയുടെ ഉപദ്രവമാണെന്ന് പറഞ്ഞു. ദേശത്തൊരു അറുകൊല ഉണ്ടാവും. ഇതാ ഞങ്ങളുടെ വിശ്വാസമാണ്. ഓരോ ദേശ അറുകൊല എന്ന് പറയും. അത് വലിയ വിശാശ. ദേശാറുകൊലയുടെ ഉപദ്രവമാണ്, അത് മാറ്റണമെങ്കിൽ ഇന്ന് മാറ്റിക്കളയണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് 2 കാലുള്ള ദേശാറുകൊല അമ്മാവെന്ന് പറഞ്ഞ്. അമ്മാവ ഇതൊന്നും ശരിയല്ല, നമ്മൾ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലാത്ത ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ്. അവിടെ തൊട്ട് ഞാനും അമ്മാനും കൂടെ ചെറിയ അലങ്ങാൻ തുടങ്ങി. പിന്നെ രണ്ടാമതൊരു സംഭവം, പിന്നെ അമ്മാവനെ കാണാൻ അമ്മാവനെ ഒരു ദിവസം രാവിലെ എന്നെ ആളിനെ പറഞ്ഞിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാനവിടെ ചെല്ലുമ്പോൾ ഈ പുഴയിൽ കൂടെ തോട്ടിൽ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നു. അമ്മാവൻ രാവിലെ ഈ വെളിക്കിറങ്ങാനൊക്കെ വനത്തിലാണ് പോകാറുണ്ട്. അവിടെ ചെന്നപ്പോൾ ഈ തോട്ടിലൊരു കല്ല് കിടക്കുന്നു. പുള്ളി കടമിറങ്ങുന്ന സമയത്ത് ഈ കല്ല് കണ്ട്. ഈ കല്ലിൻ്റെ പുള്ളി പൊക്കി നോക്കിയപ്പോൾ ഈ കല്ലിന് മൂക്കുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, ഒരു രൂപമുണ്ട്. ഇത് പുള്ളി ഉടനെ അവിടെ നിന്നുകൊണ്ട് തന്നെ ആൾക്കാരെ കൂട്ടി ഭയങ്കര ഒരു പ്രസവമാക്കി. ഞാനവിടെ ചെല്ലുമ്പോൾ ആൾക്കാരെല്ലാം അവിടെ കൂടി തൊഴുത് പിടിച്ച് നിൽപ്പുണ്ട്, വിളക്ക് കത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ദൈവം കണ്ടോ ഒഴുകി വന്നതോടെ, ദൈവത്തോടെ ഒഴുകി വന്ന്. ഇത് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അത് കാണിച്ചു തരാം. ഈ ദൈവം ഇതൊരു ചാക്കിനകത്ത് കെട്ടി ഞാൻ ഉൾപ്പെടെ ചുമന്ന് അമ്പലത്തിൽ അവിടെ കൊണ്ടുവന്ന് വെച്ച് അതിന് പൂജ, 7 ദിവസത്തെ ഭജന. അപ്പം ഞാൻ ചോദിച്ചടാ ഈ കല്ലിങ്ങനെ തോടെ കൂടി ഒഴി വരുമ്പോൾ അതിന് കാലക്രമേണ അതിന് തട്ടി മുട്ടിയൊക്കെ അതിന് രൂപം ഉണ്ടാവും, ഇപ്പോഴും മനസ്സിൽ കാണാനുണ്ടാവും. അതിനെ ദൈവത്തിൻ്റെ ഭാഗത്ത് വെച്ച് പൂജിക്കുക. ഞാൻ പറഞ്ഞു ഇത് ഒന്നും ശരിയല്ല, ഇതൊന്നും ദൈവമൊന്നും അല്ലാന്ന് പറഞ്ഞു. ഇപ്പോൾ നീ മലയൻ ദൈവങ്ങളെ എതിർക്കാൻ തുടങ്ങിയോ? ഇങ്ങനെ പല കാര്യങ്ങളിൽ അമ്മാവനെ ആൾക്കാർ കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിനൊക്കെ ചേർന്ന് ആശുപത്രിയിൽ പോകേണ്ട കേസ് ആശുപത്രി പറഞ്ഞു വിടും, അമ്മാവൻ്റെ അടുത്ത് വിടാറ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസമായി. അതായത് 1995 ഞാൻ ആ സ്ഥാനം ഏക്കേണ്ടതാണ്. ഈ സ്വാമി തലപ്പാറമല കൊച്ചുവേളെന്ന് പറയുന്ന പൂജാരി സ്ഥാനം ഏക്കേണ്ടതാണ്. ആ പദവി നിങ്ങളാണ് അടുത്ത തലമുറയ്ക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ
പല കാര്യങ്ങളിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും ഒന്നിനും യാതൊരു അടിസ്ഥാനവും ഇല്ല. ഒന്നും അറിയില്ലായ്മയിൽ എന്തൊക്കെയോ ചെയ്യുന്നു. അറിയില്ലായ്മ എന്തൊക്കെയോ ചെയ്യുന്നു. ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊരു പാമ്പ് കയറി ആ പാമ്പിനെ എൻ്റെ മാതാപിതാക്കൾ തല്ലിക്കൊന്നതിന് ഞാൻ ആ വീട്ടിലന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പാമ്പിനെ ആ തെങ്ങിൻ്റെ ചോട്ടിൽ ഞാൻ കുഴിച്ചിട്ടത്. പാലിനകത്ത് കുളിപ്പിച്ച് തുളസിയില കൊണ്ട് പൊതിഞ്ഞ് അതിനെ ഞാൻ കവറടക്കം ചെയ്തത്, അതിനെ കുഴിച്ചിട്ടത്. അപ്പോൾ അതെന്താ, അത് കുറ്റമല്ല, നമ്മൾ പഠിച്ചു വന്നൊരു ഇതാണ്. ഇസ്ലാം മതത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? അത് പറയാം. അങ്ങനെ ഞങ്ങൾ ശബരിമലയ്ക്ക് ഞങ്ങൾ മക്കളെല്ലാം ഇങ്ങനെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. എൻ്റെ മോനെ ഇപ്പോൾ നിങ്ങൾ കണ്ട ഇളയ മോൻ, അവന് 4 വയസ്സേ ഉള്ളൂ. 4 വയസ്സുള്ളപ്പോഴാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു 10-40 പേരുടെ സംഘമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ദൈവത്തിനെ കാണണം പറഞ്ഞ് വഴക്കായി. ഉടനെ അമ്മാവൻ പറഞ്ഞ്, എന്തിനാ മോനെ കരയെന്ന് ചോദിച്ചു. എനിക്ക് ദൈവത്തിനെ കാണണം. ഞാൻ ഇവനെ എടുത്തുകൊണ്ട് തോളി വെച്ചുകൊണ്ട് അയ്യപ്പൻ സന്നിധി ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഒരു കൈ കൊണ്ടൊന്ന് കണ്ടില്ലേ അത്ര തിരക്കാണ്. കയ്യിൽ കുറേ പണം ഉണ്ട്, അതാ ഇതിലേക്ക് എറിഞ്ഞു കൊടുക്കും. അപ്പം ഇവൻ എൻ്റെ തോളിൽ അങ്ങനെ ഇരിക്കുകയാണ്. തോളിൽ ഇരുന്നുകൊണ്ട് 4 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. തോളിൽ ഇരുന്നുകൊണ്ട് ഇവൻ്റെ ഞാനൊരു 7 രൂപ ചില്ലറ കൊടുത്തിട്ടുണ്ട് നേർച്ചയിടാൻ വേണ്ടി. ഇവനിങ്ങനെ കരന്ന് കണ്ട് പോലീസുകാരൻ ചോദിച്ചു, എന്താ മോനെ കരയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവന് അയ്യപ്പനെ കാണാൻ താമസിച്ചതാണെന്ന് പറഞ്ഞു. ആ കണ്ടോന്നും പറഞ്ഞ് പോലീസുകാരൻ ഇങ്ങനെ പുറകിൽ കൂടെ വന്നിട്ട് തടഞ്ഞു നിർത്തി. ഇവനെ കൊണ്ട് ഞാൻ സന്നിധി ചെന്ന് ഞാൻ ഒരു കൈ കൊണ്ട് തോന്നി പൈസ ഇട്ട്. ഇവനോട് പറഞ്ഞ് പൈസ ഇടും മോനെ എന്ന് പറഞ്ഞ്. പൈസ ഇടുമ്പോൾ ഇവൻ്റെ കാര്യങ്ങളൊക്കെ കാലെ പിടിച്ച് കുലുക്കിയപ്പോൾ ഇവൻ പറഞ്ഞ് മതി പോകാൻ പറഞ്ഞു. ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ആ സദസ്സിൽ ഞങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് ഞാൻ അവിടെ ശർക്കര എടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുക ഈ കവലിനകത്തേക്ക്. ഇവരിഞ്ഞോട്ട് വന്നു. അപ്പോൾ അന്ന് തലയിലൊക്കെ നല്ലപോലെ മുടിയുണ്ട്. തലമുടി പിടിച്ചുകൊണ്ടിരിക്കും. അതാണോ ദൈവം? അത് വിളിച്ചാൽ മിണ്ടുവോ? അത് അനങ്ങുമോ? ഈ വിളിച്ചാൽ മിണ്ടാത്ത ദൈവത്തിന് പൈസ കൊടുക്കുന്നത്? അതാണോ ദൈവം? ഈ ദൈവം നമ്മുടെ വീട്ടിൽ കുത്തിയേറ്റിരിപ്പില്ലായിരുന്നോ? ഇതിനെ കാണാൻ എന്തിനാ വന്നത്? ഈ 4 വയസ്സുള്ള കുട്ടിയാണ് ചോദിക്കുന്നു. ഓർക്കണം, ഈ 4 വയസ്സ് കുട്ടികളുടെ ചോദ്യമാണ്, അമ്മ ഉള്ള ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്ക് ഈ ചോദ്യം എൻ്റെ ചങ്കനകത്തോട്ട് അങ്ങോട്ട് ഇടിച്ച് കയറുക. ചങ്കങ്ങ് പൊട്ടിപ്പോകാൻ തുടങ്ങുക. ഉടനെ അമ്മാവനൊരു ചുവരോടി എടുത്തിട്ട് ഒന്ന് അടിച്ച് എന്തുകൂടെ പറയുന്നത് ചോദിച്ചു. വളരെ ഞങ്ങളുടെ ദൈവദോഷം പറയുന്നത്. അവിടുന്ന് ഞങ്ങൾ നടയൊക്കെ ഇറങ്ങി. എനിക്ക് അപ്പോഴത്തേക്ക് ഞാനങ്ങ് വല്ലാത്തൊരവസ്ഥയിലെത്തി. ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ ഈ ദോഷങ്ങളൊക്കെ ഓതി മാറ്റുന്ന കുറേ സ്വാമിമാരിപ്പുണ്ട്, കുറേ ഇരിപ്പുണ്ട്. ഇവർ ഈ വീണ പോലൊരു സാധനമുണ്ട്, എന്താ അതിന് പറയാം, ഇത് ഓതുക എന്നിട്ട് നമ്മുടെ ദോഷങ്ങളെല്ലാം ഓതി മാറ്റുകയാണ്. അപ്പം ഞാനും മോനും കൂടെ പോയി അവിടെ പോയിരുന്നു. ഇവിടെ ഇയാൾ ഓതുകയാണ്, സോമൻ എന്ന സ്വാമിയുടെ ദോഷങ്ങളെല്ലാം മാറട്ടെ, കുടുംബദോഷം മാറട്ടെ, ശത്രുദോഷം മാറട്ടെ, എല്ലാ ദോഷങ്ങളും മാറിയിട്ട് അവസാനം ഇയാൾ ഓതി നിർത്തിയത് പറയനും പുലയനും പണ്ടാരും വീട്ടിൽ തീണ്ടിയിട്ടുണ്ട്, തീണ്ടാദോഷം മാറട്ടെ. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനാരാ? എൻ്റെ അച്ഛനാരാ? എൻ്റെ അമ്മയാരാണ്? ഇവർ രണ്ട് പറയനും പുലയനും പണ്ടാരം എന്ന് പറഞ്ഞാൽ കാട്ടിയാൽക്കാരല്ലേ. ഇവരാരെങ്കിലും എൻ്റെ വീട്ടിൽ തീണ്ടിയിട്ടുണ്ട്, തീണ്ടാദോഷം മാറട്ടെന്ന്. ഞാൻ ഇയാളെ ആ പണം എടുത്തുള്ള ചാടി അടിയാ അനിയൻ കയറി പിടിച്ച് എൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അവിടെ പോലും പറയനും പുലയനും താഴെ ജാതിപ്പെട്ടവൻ അവിടെ പോലും മോചനമില്ലാതെ ഈ ഓതുന്ന ഈ വിശ്വാസത്തിൻ്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് എന്നോടാണ് പറയുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇച്ചിരി വെളുത്തൊക്കെ ഇരിക്കുന്നത് ചിലപ്പോൾ വല്ല നായരോ നമ്പൂരോ വല്ല അയാൾ ചിന്തിച്ച് കാണും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പറയനോ പുലയനോ എൻ്റെ അച്ഛനുമായി പണ്ടാരം എൻ്റെ അമ്മയുമായി ഇവരാരെങ്കിലും എൻ്റെ വീട്ടിൽ തീണ്ടിയിട്ടുണ്ടെങ്കിൽ തീണ്ടാദോഷം മാറട്ടെ. ഞാൻ അവിടെ വെച്ച് അന്ന് കൊണ്ടുപോയി കെട്ടും സാധനമെല്ലാം കൊടുത്ത കാട്ടിലോട്ട് കളഞ്ഞിട്ട് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് ഞാനില്ല എന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് അവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഞങ്ങളുടെ ഹൈന്ദവ വിശ്വാസ ആചാരത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് തോന്നി. ഞാൻ പഠിച്ച് അതിന് പഠിക്കാമെന്ന് പറഞ്ഞാൽ അറിവുള്ളവരോട് ചോദിക്കുക, പിന്നെ പലയിടത്ത് പോയി കണ്ട് പഠിച്ച് എനിക്ക് എന്താണെങ്കിലും ഞാൻ ഹൈന്ദവ വിശ്വാസത്തെ ഞാൻ പിന്നെ ഓരോരുത്തരുടെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എൻ്റെ വിശ്വാസത്തെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഈ വിശ്വാസം, ഈ ആചാരം, ഈ ദൈവങ്ങൾ, ഞങ്ങളുടെ ദൈവങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ച് മനസ്സിലാക്കി. ബ്രഹ്മാവ് സർവ്വസൃഷ്ടിതമാണ്. പക്ഷേ ദുർദാസാവ് എന്നൊരു മഹർഷി അദ്ദേഹത്തെ ശപിക്കുകയാണ്. ദൈവത്തിന് ശാപം വെക്കാൻ പറ്റുമോ? ദൈവത്തിന് ശാപം വെക്കുക എന്ന് പറഞ്ഞാൽ പിന്നെന്താ? രണ്ടാമത് കൃഷ്ണൻ
വിഷ്ണു മഹേശ്വരൻ. കൃഷ്ണൻ എന്ന് പറയുന്ന അവതാരത്തിൽ കൃഷ്ണനെ കൊല്ലുന്നത് ഞങ്ങളുടെ കാരണവരാണ്, ഒരു ആദിവാസിയാണ്. ഒരു മരത്തിൻ്റെ മുമ്പായിട്ട് കാലിട്ടറിക്കൊണ്ടിരിക്കുമ്പോൾ പക്ഷി ആണെങ്കിൽ അമ്പ ചെയ്ത് കൃഷ്ണൻ മരണപ്പെട്ടില്ലേ? ദൈവത്തിന് മരണം സാധ്യമല്ല, സാധിക്കില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ കുറിച്ചപ്പോൾ എനിക്ക് ഈ വിശ്വാസത്തോട് 2-3 വർഷം 4-5 വർഷത്തോളം ഞാനിത് പല ദേശത്ത് പോയി പലതും മനസ്സിലാക്കി. അത് നാട്ടിൻപുറത്തൊക്കെ പോകുമ്പോൾ ഓരോ ദേശത്ത് ചെല്ലുമ്പോഴും ഓരോ അമ്പലങ്ങളും ഓരോ പ്രതിഷ്ഠകളും ഓരോ ആചാരങ്ങളും ഇതൊന്നും എനിക്കങ്ങോട്ട് മറ്റുള്ളവരെ ഞാൻ പറയുന്നില്ല, അടച്ച് പറയുന്നില്ല, എന്നെ മാത്രം എൻ്റെ മനസ്സാണ് പറയുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ അതിനോട് അമ്മാവൻ്റെ ഈ ചെയ്തികൾ ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ നമ്മൾ തെറ്റി പിണങ്ങി രണ്ട് ചേരിയിലായി. എൻ്റെ വിശ്വാസം അവിടെ നിന്ന് എനിക്ക് കുറച്ച് ദൈവങ്ങളും കുറേ പൂജാ സാധനങ്ങളും കുറേ ഇവിടെ ഉണ്ടായിരുന്നു. വിളക്ക് കല്ല് ആചാര്യ പൂജ കൊണ്ടല്ല ഞാനത് മടക്കി. ഇപ്പോഴും പിന്നെ മടക്കി ഒരു സ്വതന്ത്ര രീതിയിലേക്ക് വന്ന് വീണ്ടും എനിക്ക് തോന്നിയില്ല, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ അങ്ങ് വർദ്ധിക്കുകയാണ് മനസ്സിൽ. അതാണ് ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ അങ്ങ് ഉരുണ്ടുകൂടുകയാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. ആകാശത്തിൻ്റെ തൂണുകളിൽ ഇതെവിടെ നിൽക്കുന്നത്? മനുഷ്യൻ എന്തിനും മരിക്കുന്നത്? മനുഷ്യൻ എന്തിനും ജനിക്കുന്നത്? മനുഷ്യൻ എവിടുന്നാണ് ഉണ്ടായത്? നമ്മൾ കഴിക്കുന്ന ആഹാരം, ചായ കുടിച്ചാൽ പാല് കുടിച്ചാൽ കടുങ്കാപ്പി കുടിച്ചാൽ ഇതൊന്നും പുറത്തേക്ക് പോകുമ്പോൾ കുടിക്കുന്ന നേരത്തിലല്ല പോകുന്നത്, വേറൊരു രൂപത്തിൽ. ഇങ്ങനെയുള്ള ചിന്തകൾ അങ്ങ് കുഴപ്പമുണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചത്, എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ആ ദൈവം എവിടെയാണ്, എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വല്ലാതെ വിഷമിച്ച്. എന്നാലും ആ വിട്ടില്ല. എന്നാൽ ദൈവത്തെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളതൊരു തീരുമാനം അങ്ങ് മനസ്സിലങ്ങ് എടുത്ത്. എന്നൊക്കെ ജീവിക്കാനൊക്കെ കടത്തോളം കൊണ്ട് കുറച്ച് ആദായങ്ങളൊക്കെ കൊണ്ട് നേതാവുമാണല്ലോ. 150 ഏത് ഇപ്പം വേണേലും എന്താ ഓർഡർ പോലും ഇടാമല്ലോ. അത് അത്ര പദവിയുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ എനിക്ക് ക്രിസ്തു മതത്തിൽ 2 പാസ്റ്റർമാരില്ലേ വന്ന് പാസ്റ്റർമാർ അവരുമായിട്ട് വിളിച്ച് ഞാൻ പറഞ്ഞ ദൈവമുണ്ടോ? ഉണ്ട് സഹോദര, എവിടെയാണ്? അത് നിങ്ങൾ ഒറ്റയടിക്ക് വെച്ചാൽ പറയാൻ പറ്റില്ല, കാണിച്ചു തരാം, നിങ്ങൾക്കത് പരിചയപ്പെടുത്താം. അങ്ങനെ അവർ ഒരു ദിവസം മുഴുവൻ വീട്ടിലിരുന്ന് ഞാനോട് പിന്നെ ഞങ്ങൾ സംസാരിച്ച് കുറേ ബൈബിള് ലഘുലൊക്കെ എനിക്ക് തന്നു, ഒക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ച് എനിക്ക് വിശ്വാസവും. പക്ഷേ എല്ലാം പറ്റുന്ന എനിക്ക് വിശ്വാസത്തിനൊപ്പം ഞാനൊരു തിരുത്തലുണ്ടായിരുന്നു. ഇത് ശരിയാണോ, ശരിയിലേക്ക് കണ്ടെത്തണമല്ലോ. അങ്ങനെ എൻ്റെ വീട് പള്ളിക്ക് കൊടുത്തു, ക്രൈസ്തവ പള്ളിക്ക് കൊടുത്തു. എൻ്റെ വീട് പള്ളിയായി. 5 വർഷം ഞാൻ ക്രൈസ്തവനായിരുന്നു, ഞാനും കുറേ കുടുംബങ്ങളും. എൻ്റെ വീട് പള്ളിയാക്കി 5 വർഷം കൊണ്ട്. അപ്പം ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ പഠിച്ചു. ഇവിടെ വരുന്ന പാസ്റ്റർമാരിങ്ങനെ ഓരോന്ന് പറയുന്നു, പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു, നമ്മളത് കേൾക്കുന്നു. ഒരു വിഭാഗം ഞങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുന്നു, അവർ പറയുന്നത് ചെയ്യുന്നു. ഞാൻ ഇതിനോടൊപ്പം എനിക്കൊരു വേറൊരു റൂട്ടുണ്ടായിരുന്നു, ഇത് കണ്ടെത്തുക എന്നുള്ളത്, അന്വേഷണം. ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ പാസ്റ്റർമാർ പിന്നെ എന്നും ഈ ആരാധന കഴിഞ്ഞതിന് ശേഷം 2 മണിക്ക് ശേഷം ഞങ്ങൾ ഇതുപോലെ ഇരുന്ന് പിന്നെ ബൈബിൾ വെച്ചുകൊണ്ട് സംസാരമാണ്. പക്ഷേ പിന്നെ ദൈവം ആരാണ്? അത് ദൈവം യേശു. അപ്പോൾ ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പിതാവ്, പുത്രൻ 3 ദൈവങ്ങളുടെ കാര്യം അവർ പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ ആ 3 കൂടെ യേശുവിലേക്ക് വന്ന് അവസാനിക്കുന്നത്. പിതാവ് ആരാ? യേശു. പുത്രൻ ആരാ? യേശു. പരിശുദ്ധാത്മാവ് ആരാ? യേശു. 3 യേശു, 3 കൂടി ഒരു ദൈവം. ഇതിന് ബ്രഹ്മ, വിഷ്ണു, മഹേഷ്, ഇത് ഞാൻ തട്ടിച്ച് നോക്കി. അപ്പോൾ ആ 3 ദൈവങ്ങൾക്കും വ്യക്തിത്വമായ രൂപങ്ങളുണ്ട്. ബ്രഹ്മാവിനും വിഷ്ണു മഹേഷ് വ്യക്തിത്വമായ രൂപങ്ങളുണ്ട്. എന്നാൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെയും പിതാവിനെയും കാണാനില്ല. അതൊരാളിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. ഇതെനിക്ക് സംശയങ്ങളായി. നിങ്ങൾ വലിച്ചെറിഞ്ഞ വിശ്വാസത്തിൽ നിന്ന് ഒരു വ്യത്യാസമൊന്നും അല്ലല്ല, ഒരു വ്യത്യാസവും വരുന്നില്ല. പക്ഷേ ഈ പാസ്റ്റർമാരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് ഈ 5 വർഷം ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്തെങ്കിലും ഒരാഹാരം ഉണ്ടാക്കി കൊടുത്താൽ ഇവർ കഴിക്കില്ല. ഒരിക്കൽ ഞാൻ അവരോട് ചോദിച്ച്, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശുദ്ധിയുള്ളവരാണ്. ഇറച്ചി, മീൻ, ഇതൊന്നും ചില മീനുകളൊന്നും ഇറച്ചി വീട്ടിൽ കയറ്റത്തേ ഇല്ല. സ്ത്രീകളെയൊക്കെ ആർത്തുണ്ടായി പുറത്താണ് വീട് കയറ്റി. എൻ്റെ സഹോദരിമാരെല്ലാം വീട്ടിൽ പുറത്താണ്. ഇത് വെളുപ്പിന് എഴുന്നിട്ട് കുളിക്കുക നനയ്ക്കെല്ലാം നല്ല ശുദ്ധിയുള്ളതാണ്. ആർക്കും ധൈര്യമായിട്ട് ആഹാരം കഴിക്കാവുന്ന ഞങ്ങളുടെ ഈ കുടുംബ പാരമ്പര്യമുണ്ട്. പക്ഷേ ഈ പാസ്റ്റർമാർ ഈ 5 വർഷം വീട്ടിൽ വന്നിട്ടുള്ള വെള്ളം കൊടുത്താൽ കുടിക്കത്തില്ല. അവസാനം ഞങ്ങൾ പിന്നീട് ചോദിച്ചു, നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നെ നിങ്ങളൊരു ആഹാരം കഴിച്ചിട്ടുണ്ടോ? കാരണം എന്താണ്? അത് വിശന്നിരുന്ന് ദൈവപ്രവർത്തനം നടത്തിയാലേ അതിന് ഫലം കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞ അല്ല, അതല്ല എൻ്റെ കാരണം. ഞങ്ങളുടെ ജാതിയാണ്, നിങ്ങളുടെ ഉപദേശം കേൾക്കാൻ ഞങ്ങളുടെ ജാതിയാണ് നിങ്ങൾ ആഹാരം കഴിക്കാത്തത്, സംശയമില്ലെന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ അത് ഞങ്ങൾ പിരിയുന്ന സമയത്ത് പറഞ്ഞ കേട്ടോ, അതുവരെ പറഞ്ഞില്ല. 5 വർഷം ഞങ്ങൾ പിരിഞ്ഞ്. 5 വർഷം പിരിയാനുള്ള കാരണം
ഞാൻ ഒരു 100 വർഷം പഴക്കമുള്ള ബൈബിൾ തിരക്കി ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെ പോയി. ഒറ്റ സംശയത്തിൻ്റെ പേര് ഒരേ ജോലി ചെയ്ത്, അതാണ് ഒരേ ജോലി ചെയ്ത്. അപ്പോൾ യേശു പറഞ്ഞിരിക്കുന്നത്, ഇവർ പറഞ്ഞിരിക്കുന്നത് യേശുവാണ് ദൈവം, യേശു മനുഷ്യൻ്റെ രൂപത്തിൽ ഇവിടെ വന്ന് മനുഷ്യൻ്റെ പാപം പൊറുക്കാൻ വേണ്ടി യേശുവിൻ്റെ രക്തം ചീന്തി യേശുവാണ് ദൈവമെന്ന് പഠിപ്പിച്ച്. അപ്പോൾ യേശു പറയുന്നത് ഞാൻ മനുഷ്യനാണ്, മനുഷ്യപുത്രനെ എന്ത് നിങ്ങൾ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. അത് തന്നെയല്ല യേശു 73 പ്രാവശ്യം ഞാൻ മനുഷ്യനാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനെല്ലാം കുറിച്ചിട്ടുണ്ട്. ഇവർ ദൈവമാണെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ യേശുവിനെക്കുറിച്ച് പഠനം നടത്തി. യേശുവിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ യേശു ഉറങ്ങുന്നു, യേശു വെള്ളം കുടിക്കുന്നു, യേശു ആഹാരം കഴിക്കുന്നു, യേശു ദാഹിക്കുന്നു. അവസാനം യേശു ഇന്ന് നമ്മൾ തൂക്കിക്കൊല്ലു പറയാം, യേശുവിനെ തൂക്കിക്കൊല്ലുന്നു ഭയങ്കര കുറ്റത്തിന്. ഇതിനുള്ള സംഭവം എന്താ? ദൈവം മരിക്കുമോ? ദൈവം ഉറങ്ങുമോ? ദൈവം മലമൂത്ര വെള്ളം കുടിക്കും? ഇതൊക്കെ എന്താണ്? എന്തൊരത്ഭുതം! അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നമ്മൾ പിണങ്ങി. ക്രൈസ്തവ 5-ാം വർഷം നമ്മൾ വിട പറയുകയാണ്. 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പോഴത്തേക്ക് ഇതല്ല, അപ്പോഴത്തേക്ക് എനിക്കറിയാം എന്താ ഈ കുടുംബക്കാരും വീട്ടുകാരൊക്കെ ഇവർ എന്താ ബട്ടനാണെന്നൊക്കെ ഒരു പ്രഖ്യാപനം കൂടെ ഉണ്ടായി. കാരണം ഈ ഒരു അന്വേഷണത്തിന് ഇത് നമ്മൾ ഓരോ റൂട്ടിൽ വട്ടണമെന്നൊക്കെ പറയാനുണ്ടായി. അപ്പം 5-ാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് ഇവർ ഉപദേശിച്ച് ഞാൻ ഇവിടെ വരുന്ന പാർഷന്മാരും പാർഷണ 2-3 സഭയെ ഞാൻ മാറി പോയി. KP യോഹന്നാൻ ഞാൻ കത്തെഴുതി. ഫാദർ അലവിക്ക് ഞാൻ റേഷയുടെ കത്തയച്ച്. ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിൽ നിന്ന് ഫാദർ അലവിക്ക് റേഷയുടെ കത്തയച്ച്. കണ്ടത്തിൻ്റെ ഉള്ളടക്കം കത്തിൻ്റെ ഉള്ളടക്കം നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്നെ അല്ല നിങ്ങൾ യേശുവിനെ കണ്ടെത്തി, അതിൻ്റെ ഒരു വിശദീകരണം ഞാൻ പറഞ്ഞു. എനിക്ക് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ KP യോഹന്നാൻ റേഡിയോ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുണ്ടല്ലോ വെളുപ്പിനെ, അദ്ദേഹത്തിന് പല കത്തുകൾ അയച്ച്, അതിൻ്റെയൊക്കെ കോപ്പി ഇട്ടിരിപ്പുണ്ട്. ഇതിനൊക്കെ എനിക്ക് വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല. അവർ പറഞ്ഞത് പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ഒരു പാവം ചെയ്യാത്ത കുട്ടികൾ മരിക്കുന്നത് അവർക്കെന്താ ഈ മരണം കൊടുക്കാൻ കാരണം എന്ന് നേരത്തെ എഴുതി ചോദിച്ചിട്ടുണ്ട്. അപ്പം പറയും നീ നിൻ്റെ കുടുംബവും ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നൊക്കെ എന്നോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറൊന്നും വ്യക്തം പറഞ്ഞിട്ടില്ല. നിങ്ങൾ 5-ാമത്തെ വർഷമായപ്പോഴത്തേക്ക് ഞങ്ങൾ നമ്മൾ തെന്നി പിരിയുന്നൊരവസ്ഥ വന്നു. ഇവിടെ സ്ഥിരം വരുന്ന സഹോദരന്മാർ 2 പാർഷന്മാർ 5 വർഷം സഹകരിച്ചവരാണ്. അവരോട് പറഞ്ഞ് സഹോദര എൻ്റെ അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതല്ല സത്യം മനസ്സിലാക്കിയത്. നിങ്ങളുടെ വിശ്വാസവും എൻ്റെ വിശ്വാസവും കൂടെ പൊരുത്തപ്പെട്ടിനും പോകില്ല. യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്ക് താങ്കൾ വന്നത് ക്രൈസ്തവ മതത്തിലെ സത്യം ഉൾക്കൊണ്ടിട്ടായിരുന്നില്ല. ഇല്ല, ദൈവമുണ്ട്. അന്വേഷണമായിരുന്നു. നമ്മുടെ റൂട്ട് ദൈവത്തെ കാണാൻ നമുക്ക് മതങ്ങളിൽ കൂടി പോയാലേ പറ്റുള്ളൂ. അതെ അതെ, അല്ല കറ്റത്തില്ലല്ലോ. അപ്പൊ ഹിന്ദു മതത്തിൽ നിന്ന് ഞാൻ ക്രിസ്തു മതത്തിലേക്ക് വന്നിട്ട് ഇത് രണ്ടും എൻ്റെ പഠനത്തിൽ എൻ്റെ കണ്ടെത്തലിൽ ഹിന്ദു മതവും ക്രിസ്തു മതവും ഒരു പുസ്തകത്തിൻ്റെ ഒരു താളിൻ്റെ 2 അപ്പുറം ഇപ്പുറങ്ങളാണ്. രണ്ടിലും ബഹുദൈവാരാധനയാണ്. രണ്ടിനും ഒരു നമുക്കൊരു സുസ്ഥിരമായ ഒരു ദൈവവിശ്വാസം ഒന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ പഠനത്തിൽ ഞാൻ സമൂഹത്തിനോട് മൊത്തമല്ല പറയുന്നത്, എൻ്റെ കാര്യമാണ്. എൻ്റെ കാര്യം ഈ പറയുന്നതൊക്കെ എൻ്റെ കാര്യം മാത്രമാണ്. വേറെ ആരെയും ഞാൻ ഉൾക്കൊള്ളുന്നില്ല. എൻ്റെ ഞാൻ ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല, ആരുടെയും വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എൻ്റെ വിശ്വാസം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഒരു ദിവസം ഈ പാർഷന്മാരെ പിരിയുന്ന സമയത്ത് എന്താ പിരിയാനുള്ള കാരണം ഞാൻ പറയുന്നത് നമ്മുടെ വിശ്വാസം നമ്മൾ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. എൻ്റെ അന്വേഷണവും നിങ്ങളുടെ വിശ്വാസമായിട്ട് 2 റൂട്ടിലായിരിക്കും എന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ ഇവരൊരു ഇതുകൊണ്ട് നിങ്ങൾ കാറ് നിർത്തിയത്തോടെ കുറേ കാറിലൊരു 10 പേരുടെ രാവിലെ കടന്നു വന്നു, എൻ്റെ വീട്ടിൽ കടന്നു വന്ന് വലിയ ആൾക്കാർക്കായിരുന്നു. അവർ കടന്നു വന്നിട്ട് ഇവരൊരു ഷൂസ് കേസ് കൊണ്ട് എൻ്റെ ഇതുപോലെ മേശപ്പുറത്ത് വെച്ച്, എന്നിട്ട് ഇവർ ഇത് ആ പക്ഷേ തുറന്ന് കാണിച്ചപ്പോൾ ഇതിനകത്ത് 20-ൻ്റെ 50-ൻ്റെ നോട്ട് കെട്ടുകൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. വന്ന് പാസ്റ്റർ എനിക്ക് കൈ തന്ന് ഞാൻ കൈ കൊടുത്ത് എന്താ സഹോദര പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളിവിടെ വന്നത് ഇവിടെ നമുക്കൊരു പള്ളി വെക്കണം, 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കണം, ഒരു പള്ളി വെക്കണം, ആൾക്കാരെയൊക്കെ കൂട്ടി ദൈവത്തിലേക്ക് അടുപ്പിക്കണം, അതിനുള്ള പൈസ ആയിരുന്നെന്ന് പറഞ്ഞ് നിങ്ങളെ ഇവിടുത്തെ സെൻട്രൽ പാസ്റ്ററായിട്ട് ഞങ്ങൾ നിയമിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 25 കുടുംബമുണ്ട് ക്രിസ്തുമതേ. നിങ്ങളിവിടുത്തെ പാസ്റ്റർ, നിങ്ങൾക്ക് ഇത്ര രൂപ ശമ്പളം എന്ന് പറഞ്ഞ് 3000 രൂപ ശമ്പളം, നിങ്ങളെ യേശുവിനെ അടക്കി ഇസ്രായേലിൽ കൊണ്ട് ഫ്രീ ആയിട്ട് നിങ്ങളെ കാണിക്കാം, വിസ അടക്കി, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാം കേട്ട് അവസാനം ഞാൻ ചോദിച്ച് എന്താ നമ്മളെല്ലാം തീരുമാനിക്കില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ പറഞ്ഞ ശമ്പളം ഞാൻ സമ്മതിച്ച്, 25 കുടുംബം നിങ്ങളെ കൂട്ടാം, വസ്തുവിൻ്റെ വാങ്ങിക്കാം, പള്ളി വെക്കാം, എല്ലാം സമ്മതിച്ച്. പക്ഷേ ഒരു ചോദ്യം എനിക്ക് മറുപടി തരണം. ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ സെൻട്രൽ പാസ്റ്ററല്ല, എന്നോടുള്ള ചോദ്യം വരുള്ളൂ. ദൈവം ആരാണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയുമെന്ന് ചോദിച്ചു. അത് യേശു.
ബൈബിൾ എടുത്തോട്ട് കാണിച്ചതാ, ഞാൻ മനുഷ്യപുത്രനാണ്. മനുഷ്യപുത്രനെ എന്തിനു നിങ്ങൾ ദൈവമെന്ന് സംബോധന ചെയ്യുന്നു? പറയാണ്, എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നതിന് അവനുമല്ല. അതുതന്നെയല്ല യേശുവിനോട് ശിഷ്യന്മാർ പറയുന്നത്, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. യേശു പറയും, സ്വർഗത്തിനായ പിതാവേ നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ സ്വർഗ്ഗത്തിലെ പോലെ പോയി. അപ്പോൾ യേശു സ്വർഗത്തിനായ യേശു എന്ന് പറഞ്ഞിട്ടില്ല. യേശു ഒരിക്കലും ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. യേശു മനുഷ്യനാണ്. ആ യേശുവിനെ നിങ്ങൾ ആരാധിക്കുമ്പോൾ അത് ഈ ജനങ്ങളെ കണ്ണുപൊട്ടന്മാരായി പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങളെ പറഞ്ഞ് വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ കൂടിയോട് പറഞ്ഞു. ഇവർ 5 പേരില്ലായിരുന്നു. ഇവർ പള്ളിയിൽ വീട്ടിനകത്ത് കിടന്നുകൊണ്ട് പറഞ്ഞ്, ഇയാൾക്ക് ഭൂതബാധയേറ്റിരിക്കുന്നു, ഇയാളെ പിശാച് ബാധിക്കുമ്പോൾ ഒരു പാട്ട്, ഒരു അട്ടഹാസം, ഒരു ബഹളമെല്ലാം നടന്നു വീട്ടിനകത്ത്. ഈ വന്ന ആൾക്കാർ ഭൂതബാധ ഏറ്റിരിക്കുന്നു പറഞ്ഞ്, എൻ്റെ വാപ്പായ ഉമ്മ എല്ലാം കൂടെ കാർജ്യം ബഹളവും. ചിലപ്പോൾ ശരിയായിരിക്കും, ഭൂതബാധ ഏറ്റായിരിക്കും. എന്ത് ചെയ്യും? എൻ്റെ ഉമ്മ അവരുടെ കാലം എൻ്റെ ചെറുക്കനൊന്നും പറ്റരുത് പറഞ്ഞ് കാല് പിടിക്കുന്നു, കരയെന്ന്, എൻ്റെ ചെറുക്കനെ രക്ഷിക്കണമെന്നെല്ലാം പറഞ്ഞ്. ഉമ്മ പറഞ്ഞു, എൻ്റെ പൊന്നും മോനെ അവർ പറയുന്നത് കേൾക്കുന്നത്, നിനക്ക് അതിനുള്ള അറിവൊന്നും ഇല്ലല്ലോ. അവരൊക്കെ ആരാ? അപ്പം ഇവരുടെ താടിയും ഇവരുടെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോയി. ആദ്യം അവർ പ്രലോഭനത്തിന്റെ വഴി സ്വീകരിച്ചു, അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രകോപനത്തിൽ പിന്നെ അവര് പണത്തിലേക്ക് വന്ന്. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ നിനക്ക് ഭൂതബാധയാ, നീ എൻ്റെ ആദ്യത്തെ ആണാണ്, 4 കുട്ടികളില്ല, ആകെപ്പാടെ വിഷയമായി. അപ്പം ഞാൻ സൈലൻ്റായിട്ട് ചോദിച്ചു, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കണം, നിങ്ങൾ 3 ദിവസം ഉപവസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, എന്നിട്ട് നിങ്ങൾ സ്നാനമേക്കണം. സ്നാനമേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ അസുഖവും മാറും. ഉടനെ എൻ്റെ ഉമ്മ കയറി സമ്മതിക്കുകയാണ് ഇതെല്ലാം ഇവരെ കൂടി ചെയ്യിക്കാമെന്ന്. കാരണം ഞാൻ ഇല്ലാത്ത ഒരാളായി പോയി കഴിഞ്ഞാൽ ആ പടം പ്രശ്നമാകില്ല. കാരണം 5 വർഷത്തെ ഒരു സംഗതി പൊളിഞ്ഞു പോയതില്ല, ആ പടം വലിയൊരു വിഭ്രാന്തിയായി മൊത്തത്തിൽ. പ്രശ്നമായില്ലേ? ഞാൻ സമ്മതിച്ചു. അവർ പറഞ്ഞ സഭയുടെ 3 ദിവസം ഞാൻ ഉപവാസം എടുത്ത് മുറിക്കകത്ത് കയറി മുട്ടുകാല എന്ന് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാൻ കൈയും കൂത്തി 3 ദിവസം നിന്ന്. ഞാൻ ആരെയും കണ്ടില്ല, മുട്ടാലെ തൊലി പോയത് മിച്ചം. അത് എനിക്കൊരു പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു പരിശുദ്ധാത്മാവ് എനിക്ക് കിട്ടിയില്ല. 3-ാമത്തെ ദിവസം ഇവർ പറഞ്ഞ പോലെ സ്നാനം വെക്കാൻ ഇവിടുന്ന് 14 കിലോമീറ്റർ വണ്ടി കൊണ്ട് നടന്ന് ഞാൻ പള്ളിയിൽ ചെന്നു. ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു 10-200 പേര് കൂടിയിട്ടുണ്ട്. ഞാനും എൻ്റെ 4 മക്കളും ഭാര്യയും കൂടെ വാനത്തിൽ കൂടെ നടന്നാണ് പോകുന്നത്. സ്നാനം വെള്ളത്തിൽ മുങ്ങി ശുദ്ധിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഈ സ്നാനം പുതിയ കുടുംബങ്ങൾ വന്ന് സ്നാനം വെക്കുമ്പോൾ അവിടെ വലിയ സത്യം, വലിയ ഫംഗ്ഷനൊക്കെ നടക്കും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരു പാസ്റ്റർ, ചെറുപ്പക്കാരൻ ഒരു പാസ്റ്റർ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം കയറി വന്നു പറഞ്ഞു, പുതിയ ആൾക്കാർ എഴുന്നേറ്റിക്കാൻ പറഞ്ഞു. ഞാനും മക്കൾ എഴുന്നേറ്റ് വന്ന് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും കൈകൂട്ടി ഞങ്ങൾക്ക് പേരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച്. എന്നിട്ട് ഇദ്ദേഹം പ്ലാറ്റ്ഫോമിലോട്ട് കയറി ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. 1.5 മണിക്കൂർ പുള്ളി പ്രഭാഷണം നടത്തി. 1.5 മണിക്കൂർ ഞാൻ വായി നോക്കിക്കൊണ്ടിരിക്കുക. അവസാനം ഈ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കള്ള പറഞ്ഞ യേശുവിലേക്ക് കൊണ്ട് അവസാനിപ്പിച്ച്. ഈ കല്ല് യേശുവിലേക്ക് കൊണ്ട് അവസാനിപ്പിച്ച്. അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി. അവസാനം പുള്ളി പറഞ്ഞ്, അപ്പോൾ ഈ പാസ്റ്റർമാർ പുള്ളിയോട് പറഞ്ഞ് കാണി ഈ ഉടക്കിൻ്റെ കാര്യമൊക്കെ. അപ്പം പുള്ളി പൊതുവെ പറഞ്ഞ് എല്ലാ വീടുകൾ പവർ സന്ദർശിച്ച് പോകുന്ന പാസ്റ്റർമാർക്കൊന്നും എല്ലാ ബൈബിൾ പണ്ഡിതന്മാരും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിവില്ല. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോണമെന്ന് പറഞ്ഞ് എന്നോട്. ആ പുള്ളി ചിലപ്പോൾ എന്നോടായിരിക്കും പറഞ്ഞത്, പക്ഷേ അതിന് പിന്നെ മനസ്സിലായി എന്നോടായിരിക്കുമെന്ന്. ഞാനൊരു തോണ്ടിയുണ്ടായിരുന്നു. പടച്ച തമ്പുരാന് ആ ഭയം എനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ബൈബിളിൽ വരച്ച് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 24 അധ്യായമാണ്. ഞാൻ ഈ ലോകത്ത് നിന്ന് പോവുകയാണ്. ഞാൻ പോയാൽ സത്യാത്മാവെന്നൊരു കാര്യസ്ഥനെ വേണ്ടി അയക്കും. അതെത്രയാണ് ഞാൻ ഓർമ്മയില്ല, 14-16. ഞാൻ പോയാൽ സത്യാത്മാവെന്നൊരു കാര്യസ്ഥനെ ഇവിടെ അയക്കും. അവൻ ഈ ലോകത്തിൽ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അവൻ സ്വന്തമായി ഒന്നും സംസാരിക്കുകയില്ല. ഈ ആൾ വന്ന് ഞാൻ ബൈബിൾ വരച്ചുകൊണ്ട് ഇപ്പോഴും ബൈബിൾ മഷിക്കൊണ്ട് വരച്ചോണ്ടായിരുന്നു. ഈ വചനം വായിച്ചപ്പോൾ എല്ലാവരും ബൈബിൾ തുറന്ന് നോക്കി വായിച്ച് ഈ ആൾ വന്ന് പോയോ ഭാഷ എന്ന് ചോദിച്ചു. ഇങ്ങാർ അങ്ങാരുടെ ആ ദേഷ്യത്തിന് എന്നോട് ദേഷ്യപ്പെട്ടിരിക്കാൻ പറഞ്ഞ അയാളുടെ കൈ താഴ്ന്നപ്പോൾ ഞാൻ താഴെ ഇരുന്ന് പേടിച്ചു പോയി. ഇരുന്നപ്പോഴത്തേക്ക് ഇയാളങ്ങ് വല്ലാതായി. ഇയാളുടെ മുഖമൊക്കെ വല്ലാത്ത അവസ്ഥ വന്നു. ഇയാൾ ഒരു പാട്ടും പാടി സഭ അവസാനിച്ച് പള്ളി റൂമിലേക്ക് പോയി. ഞാൻ അവിടെ നിന്ന് ചോദിച്ചടാ ഇയാൾ ദേഷ്യപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വല്ല വിഡ്ഢിത്തരം വിളിച്ച് പറഞ്ഞോ? വീണ്ടും ഞാൻ ബൈബിൾ നോക്കിയിട്ടില്ല. അയാൾ പള്ളിമുറി പോയിരുന്നുകൊണ്ട് അയാൾ പറഞ്ഞ് നിങ്ങൾ ആ പുതിയ ആളിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇവർക്ക് എന്താ പള്ളിമുറിയിൽ ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് മറ്റുള്ള വലിയ ആദരവാണ് ഇവർക്ക്, വലിയ ആളല്ലേ. ഞാൻ കയറി ചെന്നപ്പോൾ ഇതുപോലെ ടീപ്പപ്പുറത്ത് കുറച്ച് നാരങ്ങ അവിടെ കൊണ്ട് 2-3 പാസ്റ്റർമാർ അപ്പുറം നിൽപ്പുണ്ട്. ഞാൻ ആ വാലിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ തന്നെ ഇയാൾ പറഞ്ഞു, എടോ ഇത് നിയമസഭയല്ല ദൈവസഭയാണെന്ന് പറഞ്ഞു. ഞാൻ തടഞ്ഞു പോയി. ഇയാൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ
താനും തന്നിട്ട് വന്ന് പറഞ്ഞാൽ തോക്കിനകത്ത് കയറി വെടിവെക്കുന്നു ചോദിച്ചു. ഇയാൾ വിശ്വസിക്കണം തർക്കിക്കുകയല്ല വേണ്ടത്. ഇയാൾ ആകെപ്പാടെ എന്നെ പച്ചിലെ അങ്ങ് വിരട്ടി. പക്ഷേ കുറച്ച് നേരം കരുതപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് ഞാൻ കരഞ്ഞു പോയി. കാരണം ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയാണല്ലോ. ഞാൻ കരഞ്ഞു. എൻ്റെ കണ്ണീർ ഇങ്ങനെ ഒരുക്കിപ്പോയി. അപ്പോഴത്തേക്ക് ഇവിടെ വരാറുള്ള ഭാഷന്മാർ പറഞ്ഞു, അപ്പോൾ അക്ഷര പൊട്ടെ അയാളെ പുതിയ ആളല്ലേ വിടാൻ പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് നാരങ്ങ വെള്ളം ഇരിക്കുക നാരങ്ങ വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ആ രംഗമൊക്കെ എൻ്റെ മനസ്സിൽ കണ്ണാടി പോലെ വരികയാണ്. ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ അന്തരാത്മാവ് എന്നോട് പറഞ്ഞു, ഇത് കുടിക്കണ്ട, ഇയാളോട് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അത് തന്നെ ചോദിക്കുകയാണ്. എനിക്കിതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല, എങ്ങനെ സംഭവിക്കാൻ എനിക്കറിയില്ല. ഞാൻ അത് തന്നെ ചോദിക്കുകയാണ്. ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അത് പരിശുദ്ധാത്മാവാണ്, സത്യം പരിശുദ്ധാത്മാ, അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങൾ സ്നാനം ഏറ്റതിന് ശേഷം ആ പരിശുദ്ധാത്മ നിങ്ങളിലേക്ക് പ്രാപിക്കും. നിങ്ങൾക്ക് രോഗികൾ സൗഖ്യം കൊടുക്കാം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം. ഇതൊക്കെ സാമ്യമായിട്ട് പറഞ്ഞു. അപ്പം നാരങ്ങ വെള്ളം കുടിച്ചേക്കാൻ നോക്കേണ്ടി ഞാനങ്ങനെ ചിന്തിച്ച് ഇത് കുടിച്ചിട്ട് ഗ്ലാസ് ഇങ്ങനെ എടുത്തിട്ട് പിന്നെയും വെച്ച്. പക്ഷേ എനിക്കൊരു സംശയങ്ങളുണ്ട്. എന്താ, ചൂടുണ്ട്, ആർക്കും കാണാൻ കഴിയുന്നില്ല. തണുപ്പുണ്ട്, കാണാൻ പറ്റുന്നില്ല. വായുവുണ്ട്, കാണാൻ പറ്റുന്നില്ല. കാണാൻ വയ്യാത്തൊരു വസ്തുവിനെ, നമുക്ക് ജീവനുണ്ട്, ആത്മാവുണ്ട്, അതിന് കാണാൻ പറ്റില്ല. കാണാൻ വയ്യാത്തൊരു വസ്തുവിനെ എങ്ങനെ അവനെന്ന് അവളെന്ന് സ്ത്രീലിംഗവും പുല്ലിംഗവും പറയുമെന്ന് ചോദിച്ചു. ഇതാ സത്യാത്മാവെന്ന കാര്യസ്ഥൻ അവൻ ഇവിടെ വരും. അവൻ സ്വന്തമായി ഒന്നും പറയുന്നില്ല, അവൻ കേൾക്കുന്നതൊക്കെയും പറഞ്ഞു തരും. ഭാവത്തെക്കുറിച്ച് നീതി അവൻ ലോകത്തിനെ ബോധ്യം പറ്റും. ചൂടിനെ ആരെയും അവനെ വിളിക്കുമോ? ആത്മാവിനെ പിന്നെ ജീവനെ ആരെങ്കിലും അവനെന്ന് അവനെ വിളിക്കുക? ഇത് അവനെന്ന് 5 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പുരുഷനാണ്, മനുഷ്യനാണെന്ന് പറഞ്ഞ് ഇയാൾ കസേര അങ്ങോട്ട് പുറത്തോട്ട് തള്ളിയിട്ടിട്ട് ഇയാൾ കപടവിശ്വാസിയാണെന്ന് പോയി ഇയാൾ ചാടി അങ്ങ്, ഇയാൾ ശരിയല്ല കപടവിശ്വാസിയാന്ന് പറഞ്ഞ ഒറ്റ ചാട്ടം ഒരു എഴുന്നേക്കാണ്. ഞാൻ അതേ സ്പീഡിൽ എൻ്റെ ഞാൻ വിഷമമൊക്കെ അങ്ങ് മാറി അതേ എണ്ണത്തിൽ ചാടി എഴുന്നേറ്റ് കസേര തള്ളിക്കൊണ്ട് പറഞ്ഞ്, ഞാൻ ശരിയല്ലെങ്കിൽ താനും ശരിയല്ല, തൻ്റെ ബൈബിളും ശരിയല്ല എന്ന് പറഞ്ഞു. താൻ പറയുന്നത് വിശ്വസിക്കാൻ വന്നവനല്ല ഞാൻ. ഈ മഹാപ്രപഞ്ചത്തിലൊരു ദൈവമുണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ അതെവിടെയാണ്? ആരാണ്? ആണാണോ പെണ്ണാണോ? പക്ഷിയാണോ പട്ടിയാണോ മൃഗമാണോ മലയാണോ മരം? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് ഒരു യാത്ര ചെയ്യുന്നൊരു സഞ്ചാരിയാണ് ഞാൻ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പോകണം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വരുന്ന പാസ്റ്റർമാർ പുറകെ, ഇപ്പം ഭാര്യ മക്കളും എല്ലാം അവിടെ ഊണിന് തയ്യാറായി നിൽക്കുകയാണ്. വടി വരാൻ എല്ലാം ഞാൻ വിളിച്ചു, മക്കളെ 4 പേരെയും വിളിച്ച് ഭാര്യയും വിളിച്ചു. വരാൻ പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു. വരാൻ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ പാസ്റ്റർമാർ ചോദിച്ചു, സഹോദര നിങ്ങൾ പോവുകയാണോ? നിങ്ങൾ വെള്ളത്തിൽ മുങ്ങണ്ടെന്ന് ചോദിച്ചു. സ്നാനം വെക്കട്ടെ. ഞാൻ പറഞ്ഞു, പമ്പയാർ എൻ്റെ മുറ്റത്തോളാണ് വരുന്നത്, ഞാൻ അവിടെ മുങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ മറുപടി പറഞ്ഞു. പമ്പയാർ ഇതല്ലേ അങ്ങോട്ട് പോകുന്നത്, ഇത് താഴെയാണ്, ഇതിന് 14 കിലോമീറ്റർ താഴെയാണ് സംഭവം. പമ്പയാർ എൻ്റെ മുറ്റത്തോളാണ് വരുന്നത്, ഞാനവിടെ മുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും നടന്ന് 14 കിലോമീറ്റർ നടന്ന് വീട്ടിൽ വന്ന് ആവശ്യത്തിന് വിശന്ന് വീട്ടിൽ വന്നങ്ങ് വീണുള്ള എൻ്റെ ഭാര്യ എന്നെ ഉമ്മയോട് ചോദിച്ചു. ഉമ്മ ചോദിച്ചു, എന്നാ മോളെ? ഓ എൻ്റെ കുഞ്ചാന്ന് അവിടെ, ഈ കുഞ്ചാൻ അവിടെയും പോയി കുഴപ്പമുണ്ടാക്കിയെന്ന് പറഞ്ഞു. അവിടെയും പോയി കുഴപ്പമുണ്ടാക്കി, ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളതും കളഞ്ഞെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് യൂസഫ് വീണ്ടും വന്നിരിക്കുക ഒരു ചോദ്യമായിട്ട്. ഞാൻ വന്നവരെ ഇവിടെ കൂടെ യേശുവിൻ്റെ പടവും മറിയമ്മിൻ്റെ കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് ഒഴിവാക്കി പുസ്തകം കൊണ്ട് പൊഞ്ഞോളാൻ പറഞ്ഞ് എടുത്തു കൊടുത്തു. അങ്ങനെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഇത് എവിടെ ചെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ യൂസഫ് വീണ്ടും വന്നതിനോട് ചോദിക്കുക, ചാച്ചേ അയ്യപ്പൻ ദൈവത്തിനെ കളഞ്ഞ്, ശിവൻ ദൈവത്തിനെ കളഞ്ഞ്, പിന്നെ ദേവി ദൈവങ്ങളെല്ലാം കളഞ്ഞ്, കൃഷ്ണൻ ദൈവത്തിനെ കളഞ്ഞ്, ഇപ്പോൾ ആണ്ട് യേശു ദൈവത്തിനെയും കളഞ്ഞ് മറിയുമ്പോൾ ഇനി നമുക്ക് ഏതാ ദൈവം? ഇനി ഏതാ ദൈവമെന്ന് എങ്ങനെ സങ്കടം വരുന്നത്? എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് ഇവനെ എന്നെ പിടിച്ച് ഇത് പാടാന്ന് പറഞ്ഞ് ഇവിടെ വെച്ചാ നിനക്ക് ദൈവത്തെ കാണിച്ചു തരാം. നീ പണ്ട് ശബരിമല വെച്ചൊരു കുഴപ്പമുണ്ടാക്കിയത് ഇവിടം വരെ എത്തിയത്, ഇപ്പം നിനക്ക് ദൈവത്തെ കാണണം, ആ ദൈവത്തെ കാണിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ വാപ്പ ചില മത്തിയൊക്കെ കഴിച്ചിട്ട് വെഞ്ചൽ ഇങ്ങനെ കിടക്കുക കൈയും കുത്തി. ഉമ്മ അവിടെ ഇരുന്ന് മുറുക്കിക്കൊണ്ടിരിക്കുക. ഇവരോട് ഞാൻ പറഞ്ഞ്, എടാ അത് ആ കിടക്കുന്ന ഇവിടുത്തെ വലിയ ദൈവം, ആ കിടക്കുന്ന അതിൻ്റെ തള്ള ദൈവം, ഞാൻ നിങ്ങളുടെ തള്ള ദൈവം, ഉമ്മച്ചി നിങ്ങളുടെ തള്ള ദൈവം, നിങ്ങളെല്ലാം കുട്ടി ദൈവങ്ങൾ, മേലായാലോ ദൈവത്തിൻ്റെ കാര്യം ചോദിച്ചേക്കെന്ന് പറഞ്ഞത്. അവിടെ നിന്ന് ഞാൻ നിരാശനായി, നിശബ്ദനായി, നിശബ്ദനായി. എവിടെ പോയി അന്വേഷിക്കും? ഇനി എവിടെ പോയി അന്വേഷിക്കുക ദൈവത്തെക്കുറിച്ച്? ഇനി വഴിമുട്ടിയെല്ലാം 10 വർഷം പിന്നിട്ട് 10 വർഷത്തെ അധ്വാനം ഫലമായി
ഈ 10 വർഷത്തോളം നിങ്ങൾ അന്വേഷിക്കുകയായിരുന്നു അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ധനം കൊണ്ടും ശരീരം കൊണ്ടും അധ്വാനിക്കായിരുന്നു, സമയം കൊണ്ടും. ദൈവം എന്ന് പറയുന്നതല്ല, ദൈവത്തിന്റെ റൂട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ലല്ലോ. ഹൈന്ദവത്തിൽ ദൈവമേ എന്ന് വിളിക്കുന്ന അവിടെ വേറെ ദൈവം പ്രതിഷ്ഠപ്പെട്ട് കഴിഞ്ഞ് രൂപത്തില് ആ ദൈവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്കൊക്കെ വിലഹീനതകൾ കാണുന്നത്. ക്രൈസ്തവ മതത്തിൽ പിന്നെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ അവിടെ ദൈവമേ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ അവിടെ വേറെ ദൈവം യേശു പ്രതിഷ്ഠപ്പെട്ട് കഴിഞ്ഞ്, അല്ലെങ്കിൽ അവിടെ വേറെ ദൈവം പ്രതിഷ്ഠപ്പെട്ട് കഴിഞ്ഞ് ആ ദൈവത്തെ ഒരുപാട് ബലഹീനതകൾ കാണുന്നത്. മരിക്കുകയും ഉറങ്ങുകയും കിടക്കുകയും മനുഷ്യർക്കുള്ള ബലഹീനത അത് ദൈവത്തിന് പാടില്ല എന്നുള്ളത് ഒരു വിശ്വാസത്തിന്റെ മനസ്സിൽ. അത് ദൈവത്തിന് ഉള്ള യോഗ്യതയല്ലത്. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മളീ കാണുന്ന പ്രപഞ്ചമൊക്കെ സൃഷ്ടിക്കുന്ന ദൈവം അങ്ങനെയുള്ള ആളാകാൻ പാടില്ലല്ലോ. ഇതായിരുന്നു എൻ്റെ അന്വേഷണം. പക്ഷേ എൻ്റെ അന്വേഷണം വഴിമുട്ടി. പിന്നെ അവിടെ അന്വേഷിക്കുക, ഇസ്ലാം മതത്തെക്കുറിച്ച് ഈ ഊരുകളിലും അന്നും ഇന്നും ശബ്ദിക്കാൻ പറ്റത്തില്ല. കാരണം ഇസ്ലാം മതത്തിനെ അത്ര ഒരു വൃത്തികെട്ട വിരൂപമായ ഭീകരമായ ഒരു രൂപമാണ് ഇന്ന് ലോകം മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഊരിലും ഇവിടെ പിന്നെ ഈ കച്ചവടക്കാരൊക്കെ വന്നാൽ അന്ന് ഞങ്ങളുടെ വാപ്പയും ഉമ്മയൊക്കെ പരടച്ച് അകത്ത് കയറും. ഈ മുസ്ലിങ്ങൾ വന്നാൽ മുസ്ലിങ്ങളെ കാണുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു രീതിയിലാണ് മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് ഇസ്ലാം അന്വേഷിക്കേണ്ട കാര്യവുമില്ല. അല്ല, ഇവിടെ ഈ ഒറ്റപ്പെട്ട ഈ ട്രൈബൽ കോളനിയിൽ മുസ്ലിങ്ങളോട് അത്തരം ഒരു വെറുപ്പുണ്ടാകുന്നൊരവസ്ഥ എങ്ങനെ വന്നു? ഇസ്ലാം മതത്തെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റായ ധാരണ എങ്ങനെ കിട്ടി? അത് മറ്റുള്ളവർ പറയില്ലടാ, അവർ വെട്ടുന്നവർ. അത് ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ അവർ വെട്ടുന്നവർ, വാളം കൊണ്ടിരിക്കുന്ന വെട്ടുന്നവർ. അവർക്ക് ദൈവമില്ല, പള്ളി ദൈവത്തിൻ്റെ രൂപമൊന്നുമില്ലല്ലോ. അവർ യുദ്ധന്മാർ പാകിസ്ഥാനൊക്കെ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ എന്തോ മുസ്ലിങ്ങളെ ഈ സമൂഹത്തിന് വളരാത്തൊരു സാധനമായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം മതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാനും പോയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ഈ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലൊന്നും നിങ്ങൾ ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല, ഇസ്ലാം മതത്തിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ നിരാശനായിട്ട് കഴിയാണ്. പിന്നെ എൻ്റെ വനത്തിലേക്ക് പണിക്ക് പോയി. വനത്തിൽ പണിയാണ്, വനത്തിൽ കുറേ ആൾക്കാരുമായിട്ട് വനത്തിലേക്ക് പണിക്ക് പോകുന്നത്. പക്ഷേ അവിടെ വെച്ച് ഞങ്ങൾ ഈ വൈകിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് മലയീശ്വരന്മാർക്കൊക്കെ മുറുക്കാനും നിവേദ്യം വെച്ച് പിന്നെ പൂജ ചെയ്യും. എന്താണ് രാത്രി കിടന്നുറങ്ങുമ്പോഴേ ആന, കടുവ ഇങ്ങനെയുള്ള ശല്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യും. അന്നേ ഒരേ ദിവസം ഒരാൾ രാത്രി മുഴുവൻ ഉറക്കളച്ചിരിക്കണം. ബാക്കി ഒരുപാട് ജോലിക്കാരുണ്ട്. ഇവരെല്ലാം വനത്തിലിങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ ഒരാൾക്ക് ടേൺ വെച്ച് ഒരാൾ ഉറങ്ങാതിരിക്കണം. ആനയെ വല്ലതും വന്നെങ്കിൽ അന്നത്തെ ടേൺ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഉറങ്ങായിരുന്നോളാം, നിങ്ങളെല്ലാം കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അളിയനോട് പറഞ്ഞ് ആ മലയ്ക്ക് മുറുക്കാൻ വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മുറുക്കാൻ നമുക്ക് നീ വെച്ചോളാൻ പറഞ്ഞു. ഞാൻ വെച്ചിട്ട് ഇപ്പം ഞാനൊരു പാറയുടെ മണ്ടയിൽ ഇങ്ങനെ വനത്തിനകത്തൊരു പാറയുടെ മണ്ട ഇങ്ങനെ മലന്ന് കിടക്കുക. ഞാൻ ഈ ആകാശത്തിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ അരിപുരിന്ന് പോലുള്ള നക്ഷത്രങ്ങൾ, ഇതൊക്കെ എവിടെ നിന്നുണ്ടായത്? ഇത് നേരം വിളക്കുമ്പോൾ കാണുന്നില്ല. ഇതാര് കത്തിക്കുന്നത്? വീണ്ടും ഇതേ ചിന്തയിലേക്ക് അങ്ങ് വരുവാണ്. ഇതാരാ ഇത് കത്തിക്കുന്നത്? ഈ നക്ഷത്രങ്ങളല്ലേ, ഇതാരാ കത്തിക്കുന്നത്? ഇതൊക്കെ എന്തുവാണ്? രാത്രി എനിക്കങ്ങ് ചിന്തകളങ്ങും. ഞാൻ തലയിലൊക്കെ അന്ന് ഭയങ്കര തലമുടിയായിരുന്നു. അന്ന് പൊഴിഞ്ഞു പോയതല്ല. ഈ 10 വർഷം കൊണ്ട് എൻ്റെ മുടി പോയത് മുഴുവനും. എൻ്റെ ഫോട്ടോ എടുത്ത് നോക്കാൻ നിങ്ങൾ കാണിച്ചു തരാം. ചീപ്പിറങ്ങാൻ തലമുടിയായിരുന്നു എനിക്ക്. ഈ ചിന്തകൾ അലട്ടി തല മുഴുവനും വെളുത്തു പോയതാണ്. ഇങ്ങനെ വനത്തിൽ വെച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ വനത്തിൽ വെച്ച് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാട്ടുമൃഗങ്ങളും കടുവയൊക്കെ ആനയൊക്കെ കാർന്നൊക്കെ ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനൊക്കെ ഓരോന്ന് ചിന്തിച്ച് എനിക്കങ്ങ് വല്ലാത്തൊരു, ഞാനെൻ്റെ കൈകളിലേക്ക് നോക്കും. എൻ്റെ കൈകളിലേക്ക് ഞാനിങ്ങനെ നോക്കാറുണ്ടായിരുന്നു അന്നൊക്കെ. ഈ വിരളൊക്കെ ഇങ്ങനെ മടങ്ങി വരുന്നു, പിടിക്കാനിങ്ങനെ മടങ്ങി വരുന്നു. എന്താ നമ്മുടെ ഈ നാക്കിന് ഇത്ര നീളമല്ല, ഈ നാക്കെ കൂടെ എന്തെല്ലാം മധുരമായ ശബ്ദം വരുന്നു, പാട്ട് പാടുന്നു, അതേ നാക്കുകൊണ്ട് ചീത്ത വിളിക്കുന്നു, അതേ നാക്കുകൊണ്ട് പലതും ചെയ്യാൻ കഴിയുന്നു. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഇതൊക്കെ എന്തൊക്കെയോ മറിഞ്ഞിരിപ്പുണ്ടല്ലോ. ഇതെങ്ങനെയൊന്ന് എങ്ങനെയൊന്ന് കണ്ടുപിടിക്കുമെന്നുള്ളൊരു, പിന്നെ ആ ലോകത്തേക്കായിപ്പോയി ഞാൻ 10-12 വർഷം ആ ലോകത്തേക്ക് ആയിപ്പോയതാണ്. എന്തിനിവിടെ വന്നു, എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നുള്ള ഒരു നിമിഷം ചിന്തിക്കുന്നവർക്കിത് ചിന്തിച്ചേ പറ്റൂ. അത് ചിന്തിക്കാത്തതുകൊണ്ടാണ് കുഴപ്പം. ഇത് എന്താണെന്ന് വെച്ചാൽ പൂർവികരൊക്കെ ഓരോ മാതൃകൾ കാണിച്ചു കൊടുക്കും. ഞാൻ കാണിക്കുന്ന ആളുടെ എൻ്റെ മക്കൾ കാണിക്കുന്നത് ആ വഴി തരുന്നു. പക്ഷെ അവർ അന്വേഷിക്കുന്നില്ല. ഇത് യേശുവിൻ്റെ ചില വചനങ്ങളുണ്ട്. നിങ്ങൾ അന്വേഷിക്കും കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, യായിക്കും കിട്ടും. യേശു ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ റൂട്ടിലേക്ക് അങ്ങ് പോയി. യേശു പറഞ്ഞ പോലെ തന്നെ അന്വേഷിക്കുക, ഇവരെ കിട്ടുന്നതൊക്കെ അന്വേഷിക്കുക. എത്രയോ ആൾക്കാരുമായിട്ട് ഞാൻ ഇങ്ങനെ വണ്ടിക്കൂരി മുടക്കി ദൂര സ്ഥലത്ത് പോയിട്ടുണ്ട് ചിലരെ കാണാൻ വേണ്ടി, ചില ചോദ്യങ്ങളുമായിട്ട്. പക്ഷെ അവിടെ നിന്ന് എനിക്കൊരു തൃപ്തി വന്നില്ല. പക്ഷേ ഇസ്ലാമത്തെ ആരും പറഞ്ഞിട്ടുമില്ല, ആരും പറഞ്ഞില്ല. അവസാനം ഞാൻ എല്ലാം നിർത്തുന്ന സമയത്ത് അസ്വസ്ഥനായിപ്പോയി.
അപ്പോൾ എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് മനുഷ്യരോട് കൂടുതൽ സംസാരിക്കുന്നവർക്ക് ദൈവവിശ്വാസത്തിൽ പറയുന്നവരെ ഞാൻ വെറുക്കാൻ തുടങ്ങി. ഇവിടെ ദൈവമൊന്നുമില്ല. അന്വേഷണം പിന്നെ വഴിമുട്ടിയല്ലോ. ദേവനും ഒന്നും ഇവിടെ ഇല്ല. നിരീശ്വരവാദം. അങ്ങനെ എനിക്കൊരു വീട്ടുകാർക്കൊക്കെ ഒരു മെൻ്റലാ വട്ടാന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവിടെ അങ്ങനെ ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിപ്പോയി. കാരണം ശബ്ദം കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കോഴി കോനൊക്കെ ഇവിടെ ഇതിലേക്ക് അങ്ങനെ കാക്ക വന്നാൽ ഭാര്യ ഓടിക്കും. കാക്ക അലയ്ക്കുന്ന റേഡിയോ പാടുന്ന റേഡിയോ ഒക്കെ മാറ്റി പാത്രങ്ങൾ ഇങ്ങനെ ഇപ്പം ചിന്തകൾ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഉറക്കമില്ലാതായിപ്പോയി. അന്വേഷണം വഴി വിട്ടപ്പോൾ അവസാനം ഞാനൊരു തീരുമാനമെടുത്തു. ദൈവം എന്നൊന്നുണ്ടെങ്കിൽ ആ പാതയിലേക്ക് എന്നെ ദൈവം തന്നെ വഴി കാണിച്ചു തരട്ടെ. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഞാൻ അങ്ങെല്ലാം അവസാനിപ്പിച്ച് പാട്ട് വെട്ടി മടക്കി അന്വേഷണം പൂർത്തീകരിച്ച് ഇവിടെയാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഈ അന്വേഷണം ദൈവം തന്നെ വഴി തുറന്ന് കാണുന്നു. ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നത് ഈ ലോകത്തിലെ ഒരു മുസ്ലിങ്ങൾക്ക് പോലും ഒരു പങ്കുമില്ല. ഒരാൾക്കും തന്നെ ഒരു പങ്കുമില്ല. ഒരാളും വന്ന് നിങ്ങളുടെ അടുത്ത് 1995 ജൂൺ മാസം 4-ാം തീയതി നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ചാത്തന്തറ ടൗണിലെ ഒരു കടയിൽ ഇപ്പോൾ ഹക്കീം ബേക്കറി എന്നാണ് പറയുക. അതൊന്ന് വീടിക്കടയായിരുന്നു ഹക്കീം ബേക്കറി. ഞാനവിടെ ഒരു യാത്ര പോയിട്ട് വന്ന് ആ കടയിൽ കയറി. അവിടെ കയറി വീഡിയോ സിഗരറ്റൊക്കെ വാങ്ങിച്ചപ്പോൾ ഇതിനകത്ത് ഈ വീടിപ്പെട്ടിക്കകത്തൊരു പുസ്തകം കിടക്കുന്നു. അതിന് കാരണവും മഴയാണ്. ഞാനിങ്ങനെ എന്താ കേട്ടാലും വായിക്കാറുള്ള സ്വഭാവം ഉണ്ടല്ലോ. ഈ പുസ്തകം എടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഇസ്ലാമിക പ്രിൻ്റഡ് കോഴിക്കോട്. ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു തൊട്ടിൽ കാണാം. ഒരു തുണിക്കകത്ത് ഒരു കൊച്ചു കിടക്കുന്നത്, ഒരു കൊച്ചുകുട്ടി. അപ്പുറത്തൊരു കട്ടിലുമുണ്ട്. പുസ്തകത്തിൻ്റെ പേര് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ. ഇത് വാങ്ങിച്ചപ്പോൾ ഇസ്ലാമിക പ്രിൻ്റഡ് കോഴിക്കോടെന്ന് വാങ്ങിച്ചപ്പോഴേ ഞാൻ മടക്കി. നമുക്കിത് കാണേണ്ട കാര്യമില്ലല്ലോ, ഇസ്ലാമല്ലേ. അപ്പം ഞാൻ അരമതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മഴയൊന്ന് കുറഞ്ഞാൽ ഇറങ്ങി പോകാമെന്ന് കൊണ്ട് ഇങ്ങനെ അലസ്യമായിട്ട് ഞാൻ ഇതിൻ്റെ പേജുകൾ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും മഴ പെയ്യുന്നുണ്ട്. മഴ ശക്തി അങ്ങ് കൂടി. അങ്ങനെ ഇതിനകത്തേക്ക് നോക്കുകയാണ്. ഞാൻ ആദ്യം വായിക്കുന്നത് വഴി മുടക്കത്തില്ല, പുസ്തകം വഴി തുറന്നു തരികയല്ലേ. പിന്നെ ഞാൻ പുസ്തകം തിരക്കി പോവുകയാണ്. അതായത് ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ ഇസ്ലാമിലേക്ക് ഒരാളുടെ കടന്നുവരവിനെ പ്രലോഭനത്തിന്റെ കാരണമായോ അല്ലെങ്കിൽ പ്രകോപനത്തിന്റെ കാരണമായോ നിർബന്ധത്തിന്റെ കാരണമായോ ഒക്കെ സമൂഹം അല്ലെങ്കിൽ മീഡിയകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇവിടെ പ്രലോഭനമോ പ്രകോപനമോ ഇതൊന്നും അല്ല. അതിലപ്പുറം ഒരു ഇസ്ലാമിലേക്ക് കടന്നു വരൂ എന്ന പ്രബോധനം പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. നിർബന്ധമായിട്ട് ഇസ്ലാമിയെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുന്ന പറയുന്നതിനകത്ത് ഒരു ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് നടക്കത്തില്ല. എൻ്റെ വിശ്വാസം അങ്ങനെ ആരെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യാൻ അങ്ങനെ എങ്ങനെ പറ്റുന്ന അത് നടക്കത്തില്ല. അത് വെറും എന്താണ്, ഇസ്ലാമിനെതിരെ സത്യത്തിനെതിരെയുള്ള ആഞ്ഞടിയാണത്. സത്യത്തിനെതിരെ. അതിനൊരു ഉദാഹരണമാണ് നിങ്ങളുടെ ജീവിതം. കാരണം നിങ്ങളുടെ അടുത്ത് ഒരാളും തന്നെ ഇസ്ലാമിന്റെ കാര്യവുമായി സന്ദേശവുമായി വന്നിട്ടില്ല, ഒരാളും സമീപിച്ചിട്ടില്ല. മാത്രമല്ല ഇസ്ലാമിന് അങ്ങേയറ്റത്ത് വെറുപ്പുമാണ്. അങ്ങനെ ഞാൻ ഒരു മഴയും ഒരു പുസ്തകവും. പിന്നീട് ഞാൻ പുസ്തകങ്ങൾ അന്വേഷിച്ച് വീട് പോയി ആരോടെ മുസ്ലിങ്ങളോട് ബന്ധമുണ്ടോ. ഞങ്ങൾ ഈ റബ്ബറെ കിടക്കുന്ന ഒരു കടയിൽ ചെന്ന് ചോദിച്ചു, കടക്കാര അണ്ണ ഇവിടെ പുസ്തകം വല്ല കിടപ്പുണ്ടെന്ന് ചോദിച്ചു. ഇവിടൊക്കെ അള്ളാഹുവിൻ്റെ പ്രപഞ്ചനാഥനായ തമ്പുരാൻ അവൻ്റെ സൃഷ്ടികളുടെ മേലുള്ള ഉത്തരവാദിത്വം പൂർത്തീകരിക്കുകയാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു റബ്ബർ കടയിൽ ചെന്ന് പുസ്തകം വല്ല കിടപ്പുണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാ സോമാ നിങ്ങൾക്ക് ഞങ്ങളുടെ പുസ്തകം? ഞാൻ പറഞ്ഞു, വെറുതെ കാട്ടിലൊക്കെ പോകുമ്പോഴേ വെറുതെ വായിക്കാറെന്ന് പറഞ്ഞ്. പുള്ളി നോക്കട്ടെ, ഒരു ഷെൽപ്പിൻ്റെ മണ്ടേന്ന് ഒരു 3 പുസ്തകം എടുത്ത് പൊട്ടിയെല്ലാം തട്ടി എന്നെ തന്ന്. ഞാൻ ഇവിടെ നോക്കിയപ്പം നോക്കണം, നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഹൃദയം അറിയുന്ന പഠിച്ചവനാണ്. തടവറയിൽ നിന്നും പള്ളിയിലേക്ക് അബ്ദുള്ള അടിയാർ ജയിലിൽ കിടന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ആൾ പള്ളിയിലേക്ക് പോവുകയാണ്. അർത്ഥമുള്ള ഇസ്ലാം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം. കണ്ടോ, എൻ്റെ മനസ്സും അതുമായിട്ട് എത്ര കോർത്തിണക്കി. ഇത് മനുഷ്യനെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ? അയാൾ തന്നാൽ 3 പുസ്തകം ഇതൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. അതിനുശേഷം പിന്നെ പുസ്തകം തിരക്കാൻ നടപ്പുമായി. ഒരിടത്ത് ചെന്ന് പുസ്തകം ചോദിക്കാറോ, നമ്മളെ ആരും പരിചയമുണ്ടോ? പിന്നെ ഇങ്ങനെ ടൗണിലേക്ക് പോയി. അപ്പോൾ ഈ പള്ളികളിൽ ജുമാ നടക്കുന്ന സമയത്തൊക്കെ പുസ്തകം അവിടെ കൊണ്ട് വയ്ക്കാറുണ്ട്. അവിടെ ചെന്ന് ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ പിന്നെ കിട്ടിയ മോചനത്തിൻ്റെ പാത ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയത്. പിന്നെ കിട്ടുന്ന ഇസബല്ല, ഒരു അച്ഛൻ്റെ മോൾ ഇസ്ലാം സ്വീകരിച്ചത്. ഇതൊന്നും ഞാൻ തിരക്കിപ്പോയത് എനിക്ക് കിട്ടുക വരികയാണ് ഇങ്ങോട്ട്.
അങ്ങനെ പുസ്തകങ്ങൾ വായിച്ചൊരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാടെ ആൾ മാറി. ഇസ്ലാമാണ് സത്യം, വേറൊരു സത്യവും ഇല്ല. ഈ 2 മതങ്ങളുടെ പഠനവും ഇസ്ലാമിൻ്റെ പഠനവും കൊണ്ട് ഞാൻ സ്വയം തീരുമാനിച്ച്, ഞാൻ ആരെയും പ്രേരിപ്പിക്കുന്നില്ല, ഞാൻ സ്വയം തീരുമാനിച്ച് ഇസ്ലാമാണ് സത്യം, ഇതിന് തുല്യമായിട്ട് യാതൊന്നുമില്ല. അങ്ങനെ പിന്നെ മുസ്ലിമാണ്. പറ്റുമോ? ഞങ്ങളുടെ കോളനിക്കകത്ത് പറ്റുമോ? മുസ്ലിമിൻ്റെ കാര്യം പറഞ്ഞാൽ പെടലി അപ്പോൾ പോയെന്ന് ചോദിക്കാമല്ലോ, പറ്റത്തില്ല. അത്ര വെറുപ്പാണ്. കുഴപ്പമില്ല. ഞാനിവിടെ 5 വർഷം പിന്നെ മയക്കി വെച്ചു, പിന്നെ പാട്ടും പ്രാർത്ഥന നടത്തിയിട്ട് ആരും ചോദിക്കപ്പെട്ടില്ല എന്നോട്. ഞാൻ ഇസ്ലാമായി കഴിഞ്ഞപ്പോഴത്തേക്ക് SP മുതൽ കേന്ദ്ര സർക്കാർ വരെ, കേന്ദ്ര സർക്കാരിൻ്റെ ഇഞ്ചിനീയർസ് വിഭാഗം വരെ എൻ്റെ വീട്ടിൽ വന്ന് ഇവിടുത്തെ സർവ്വ രാഷ്ട്രീയക്കാരും ജാതിക്കാരും മതക്കാരും മീഡിയക്കാരും പത്രക്കാരും ഒക്കെ എന്തായിരുന്നു ചോദ്യോത്തരങ്ങൾ, എന്താണ് എൻ്റെ സംഭവം, ഇതെന്താണ് സംഭവം നിങ്ങൾ? ഞാൻ ചോദിച്ചു, ഞാൻ ഇവിടെ ലോകത്തിലെ ബോംബ് വെച്ചാ? പോലീസുകാരെ ഞാൻ ചോദിച്ചതാണ്. നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പ്രയാസങ്ങൾ നിങ്ങൾക്ക് നേരിട്ടിരുന്നു അധികാരികളിൽ നിന്ന്, അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ അന്വേഷണങ്ങൾ വന്നിരുന്നു എന്നൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചു. ഇതിനുപരിയായി ഈ ഗ്രാമനിവാസികൾ, നിങ്ങളുടെ ഗ്രാമത്തിലുള്ള നിങ്ങളുടെ കൂടെ താമസിച്ചിരുന്ന ആളുകൾ, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു? ഇസ്ലാം സ്വീകരിച്ച ആദ്യഘട്ടങ്ങളിൽ? ഇസ്ലാം സ്വീകരിച്ച് വന്നതിന് ശേഷം ഞാൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്തതായിട്ട് ഗ്രാമവാസികളെല്ലാം കണ്ടിരുന്നു. അവർക്ക് തിരിച്ചറിയില്ല. അപ്പോൾ അതിന് കുറേ പേരൊക്കെ എന്നെ എതിർത്ത്. പിന്നെ സ്വന്തം അമ്മാവൻ, കാരണം അമ്മാവൻ്റെ സ്ഥാനം വായിക്കേണ്ട ആൾ ഞാൻ ഇതിലേക്ക് പോയി സഹിക്കാൻ കഴിയില്ല. അമ്മാവനൊരു ശത്രുഭാഗത്ത് തന്നെ പാളയത്തിൽ തന്നെ നിലമുണ്ട്. മറ്റുള്ള ഗ്രാമവാസികളൊക്കെ ഇത് കുറേശ്ശെ മനസ്സിലാക്കിയപ്പോൾ അവരുടെ ശത്രുതയൊക്കെ മാറി. ഇത് പറഞ്ഞു പ്രേരിപ്പിക്കുന്ന ഇസ്ലാമായി കഴിഞ്ഞാൽ പിന്നെ കുടുംബ ബന്ധം പോവും, ആരും സഹകരിക്കില്ല എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. അതൊരു അങ്ങനെ സംഭവമില്ല. അവർക്കത് ജീവിതം കൊണ്ട്, അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ടു. അതെ, ഇസ്ലാം നമ്മൾ ചിന്തിച്ചതൊന്നുമല്ല ഇസ്ലാം എന്നവർ നിങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ട് മനസ്സിലായി. ഇസ്ലാം എന്ന് പറയുന്നത് സമത്വമാണെന്നും സത്യമാണെന്നും നീതിയാണെന്നും മനസ്സിലായതോടുകൂടി ജനങ്ങളുടെ ശത്രുത കെട്ടടങ്ങി. അതുകൊണ്ടാണല്ലോ ഇവിടെ പള്ളി പൊളിക്കാൻ വേണ്ടി, ഇവിടുത്തെ ഈ പള്ളി വെച്ചതിന് ശേഷം പള്ളി പൊളിക്കാൻ വേണ്ടി ഒരു 10-50 പേര് ഈ പള്ളി വന്ന് വളഞ്ഞ്. ആര് വന്നു? പുറത്തുള്ള ഇവിടുത്തെ. പിന്നെ അവരുടെ ഒരു ഞങ്ങൾ ഇത്രയും പേര് പോയതിൻ്റെ വിദ്വേഷം കൊണ്ടാണ് ഈ പള്ളി പൊളിക്കാൻ വന്ന് പള്ളി വന്ന് വളഞ്ഞപ്പോൾ അവരെ വളഞ്ഞത് ഈ ഗ്രാമവാസികളാണ്. എനിക്കൊരു ബന്ധുവില്ലാത്തവരാ, ഇസ്ലാമിലേക്ക് കടന്നു വരാത്തവരാ. ഇവരകത്തായിപ്പോയി. 3 ഘട്ടമായിട്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് പള്ളിക്കകത്ത്. അപ്പൊ ഈ ഗ്രാമവാസികൾ എനിക്ക് ബന്ധമില്ലാത്തവരൊന്ന് അവരെ വളഞ്ഞ്, നിങ്ങൾ ആരാടെ ഈ കോളനി കയറി കളിക്കുന്ന അവരെ? അത് കാരണം അവർ പേടിച്ചത്, ഈ വന്നവർ പേടിച്ചത് ഞങ്ങളെ അല്ല, ഇവിടുത്തെ ഗ്രാമവാസികളെയാണ് പേടിച്ചത്. അപ്പൊ അത് ഇസ്ലാം സത്യമല്ല, ഇതൊരു കൊള്ളരുതാത്താണ്. ഈ ഗ്രാമവാസികൾ അവരോടൊപ്പം കൂടി വലിയുള്ളൂ. അതെ, അപ്പോഴേക്കും അവർ മനസ്സിലാക്കിയിരുന്നു യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന്. അവർ മനസ്സിലാക്കിയിരുന്നു, അതിന്റെ ഗുണവും അവർ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ രണ്ടാമത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പീഡനം. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പീഡനം എന്ന് പറഞ്ഞാൽ ഇവിടെ പള്ളി പാടില്ല എന്ന് ഗവൺമെന്റ് തലത്തിൽ ഇവിടെ പള്ളി വെക്കാൻ പാടില്ലെന്നും ഇസ്ലാം ഇവിടെ നിലനിർത്താൻ പാടില്ലെന്നും പറഞ്ഞ് ഗവൺമെന്റ് തലത്തിൽ ഒരുപാട് പേര് ഒപ്പിട്ട് ഇവിടുന്നല്ല പുറത്തുള്ള അവർ പരാതിപ്പെട്ട് അങ്ങനെ പള്ളി പൊളിക്കാൻ വേണ്ടി പോലീസ് വന്ന് അത് ഞാൻ തടഞ്ഞു. അത് എളുപ്പമായിരുന്നു? തടച്ചില്ല. അവര് വരുന്നതും നിങ്ങൾ തടയുന്നതും തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ എളുപ്പത്തിലെല്ലാം അവസാനിച്ചു? അത് ഞാൻ ചാത്തന്തറ വരുന്ന സമയത്ത് എന്നോട് അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, നിങ്ങളിപ്പോൾ കോളനിലേക്ക് പോകണ്ട, ഇപ്പം പള്ളിയെല്ലാം പൊളിച്ച് കാണുമെന്ന് പറഞ്ഞു. അപ്പം ഈ പള്ളി ഇങ്ങനെ ബെൽറ്റ് പരുവത്തിൽ കിടക്കാണ്, നിങ്ങളെ പള്ളി കയറി നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സംഭവിച്ചത് എനിക്ക് പ്രപഞ്ചനാഥനായ തമ്പുരാനായിട്ടുള്ള ബന്ധമാണ് ഇവിടെ രംഗത്ത് വരുന്നത്. ആ ബന്ധത്തിൻ്റെ പേരിലുള്ള ഒരു പ്രതിഷേധം അവിടെ വരുന്നാൻ പോകുന്നത്. ഞാൻ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്തിനാ ഞാൻ ഇവിടെ പാത്തിരിക്കുന്നത്, ആരെ പേടിച്ച്? 10 വണ്ടി പോലീസ് അഞ്ചിന് മുന്നേ വന്നു. എന്താ അഞ്ഞോട്ട് 10 വണ്ടി SP ജില്ലാ പോലീസ് സൂപ്രണ്ട് അവിടെ 10 വണ്ടി അഞ്ചിന് വന്നിരിക്കുന്നത്. ഞാനിവിടെ വരുമ്പോൾ സമയത്താണ്ട് ആ പള്ളിയുടെ ഫ്രണ്ടിൽ എൻ്റെ വാപ്പ ഒരു മനുഷ്യൻ്റെ രൂപ വളഞ്ഞ് അങ്ങനെ വളഞ്ഞ് കുനിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് SP മുമ്പിൽ നിൽക്കുകയാണ്. SP ഇങ്ങനെ ഒരു റോഡ് തടി കയ്യിലിട്ട് ഇങ്ങനെ മുട്ടിക്കൊണ്ട്
ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ മുഴുവനും ജനം നിറഞ്ഞ്, ജനവും പോലീസ് 10 മിനിറ്റ് പോലീസുകാർ കുറച്ചാണ്. അവർ വന്ന് ഈ ഒപ്പാടെ ഈ നിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സ് വല്ലാതെയായി. എനിക്ക് ജന്മം തന്നെ എൻ്റെ വാപ്പാണ് നിൽക്കുന്നത്. എന്തിനു വേണ്ടിയാ? ഒരു തെറ്റ് ചെയ്ത മനുഷ്യനാണ് അദ്ദേഹത്തെ ഇങ്ങനെ കൂറിപ്പിടിച്ച് നിൽക്കേണ്ട കാര്യം എന്താണ്? കൊലപാതകമോ വലിയ കൊലപാതകം നടത്തിയ രീതിയാണ് നിർത്തിയിരിക്കുന്നത്. കാരണം എന്നെ കടന്ന വാപ്പ ഓടി. അത് അവനാ മുസ്ലിം അവനോട് ചോദിക്കുന്നത് വാപ്പ ഓടുമായിരുന്നു, പേടിച്ച് ഓടുമായിരുന്നു. അപ്പം ഞാൻ കയറിയുണ്ട് എന്നോട് ചോദിച്ചു നിന്റെ പേരെന്താണ്? SP ആദ്യം ചോദിക്കുന്നത് നിന്റെ പേരെന്താണ്? ഞാൻ പറഞ്ഞു ശംസുദ്ദീൻ. വേറൊരു പേരുണ്ടല്ലോ, അത് ഞാൻ കളഞ്ഞു. പിന്നെ അടുത്ത പുള്ളിയോട് ചോദിച്ചു. എനിക്ക് രംഗങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നോട് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പൂശിയിട്ടില്ല, സിമെൻറ്റും ചുരുട്ടെ. ഞാൻ ചോദിച്ചു സിമെൻറ്റും ചുരുട്ടെ കണ്ടാൽ സാറ് തിരിച്ചറിയില്ലെന്ന് ചോദിച്ചു. അതിന് പറഞ്ഞാണോ സിമെൻറ്റും ചുരുട്ടെ കണ്ട ആർക്കാരും അറിയാത്തത്? സിമെൻറ്റ് ചുരുട്ടെ കണ്ടാൽ സാറിന് തിരിച്ചറിയത്തില്ലെന്ന് ചോദിച്ചു. പുള്ളി ഒന്ന് അപ്പം പുള്ളിയുടെ ചിന്താഗതി ഇത് ആരാണ്? അവർ കേട്ടറിവ് ആദിവാസികൾ എന്നുള്ള ഇതാണ് ഇവിടെ വേണം തെറ്റുന്നത്. ഇങ്ങനൊരു ചോദ്യം അവിടെ ഉത്തരം എന്തായാലും പ്രതീക്ഷിച്ച് കാണില്ല. ഇത് മുമ്പാണെങ്കിൽ SP-യുടെ ഷൂവിൻ്റെ കീഴിൽ കിടക്കുകയുള്ളൂ. ഞാൻ ഉൾപ്പെടെ വാപ്പ ഉൾപ്പെടെ ഞങ്ങൾ സൂചി നിൽക്കുകയുള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ച് ഇത് എന്താ സിമെൻറ്റ് ചൂടായിട്ട് കാണാൻ സാധനം തിരിച്ചറിയത്തില്ലെന്ന് ചോദിച്ചു. പറഞ്ഞു ഇത് ആദിവാസി കോളനി, അവിടെ മുസ്ലിം പള്ളി ഒന്നും വെക്കാൻ പറ്റില്ല SP പറഞ്ഞു. ഞാൻ പറഞ്ഞ ആദിവാസി മൂപ്പനാ, എന്താ പറമ്പിലാണ് ഇത് വെച്ചിരിക്കുന്നത്, ഇത് പൊളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ SP-യോട് ചോദിച്ചു സാറിൻ്റെ ജില്ലയിൽ, ജില്ലാ പോലീസ് സൂപ്രണ്ടാണ്, മേധാവിയാണല്ലോ, സാറിൻ്റെ ജില്ലയിൽ എവിടെല്ലാം നടക്കുന്നുണ്ട് വ്യഭിചാരം, കൊലപാതകം, മദ്യപാനം, പിടിച്ചുപറി, മോഷണം, മനുഷ്യന് അരാജകത്വം നിൽക്കുന്ന എവിടെല്ലാം നടക്കുന്നുണ്ട് സാറെ ചോദിച്ചു. സാർ എവിടെ പോയിട്ടുണ്ട് നീതിക്ക് വേണ്ടി ഇത്രയും പോലീസ് സംഘമായിട്ട് പോയിട്ടുണ്ടെന്ന് ചോദിച്ചു. ഇവിടെ ഇന്നലെ വരെ പട്ടിയെയും പാമ്പിനെയും കടിച്ച വിഷം വെക്കുന്ന പാമ്പിനെയും മൃഗത്തിനെയും മലയും മരത്തിനെയും ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെച്ച് പൂജിച്ച്. എന്നാൽ ഇതല്ല ദൈവം. എങ്ങനായ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിനെ ആരാധിക്കപ്പെടണം. അതിനുവേണ്ടി എൻ്റെ സ്വന്തം പറമ്പിൽ ഞാനൊരു പള്ളി വെച്ചപ്പോൾ സാർ അത് പൊളിക്കുമെന്നോ, സാർ ഒരു ചുക്കും ചെയ്യാൻ സാറേ ഇങ്ങോട്ട് വെക്കുക സാറേ വെടിയെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ എങ്ങനെയാണ് എടുത്താണ് വിളിച്ചത്. ഈ പട്ടണസ് സാറ് SP-യുടെ മൂക്കിനെ പോയി അടിച്ചു. ഈ 5 പട്ടണസും പറിച്ചു പോയി. അത് ഞാൻ വെക്ക് സാറെ വെടിയുമ്പോൾ ഞാൻ കയറിച്ചത് SP പുറകോട്ട് കാണുന്നത്. അല്ലാന്തോ നിങ്ങളെന്താ ഇത് പഠിക്കുന്നത്? ഇത് ചെറിയ കാര്യമാണോ? ഇത് ചെറിയ കാര്യമല്ല. ഞാൻ കണ്ടില്ല, അദ്ദേഹം ചെറിയാണ് ചെറിയ കാര്യമായിട്ട് ഞാൻ അല്ല. അവസാനം ഇവിടെ വന്ന് പോലീസുകാർ നിന്ന് SP നിർത്താൻ പറഞ്ഞ്, അല്ലാതെ കയ്യാലക്കുഴി പുള്ളി വീഴുമായിരുന്നു. സാറ് പറഞ്ഞത് സാറ് ഇതിനൊരു ചുക്കും ചെയ്തില്ലെന്ന് പറഞ്ഞ് ഇത് ഞങ്ങൾ മാർക്കും, ഇതിൻ്റെ വേണ്ട മയക്ക് കെട്ടി വെക്കും, ഇവിടെ ബാങ്ക് വിളിക്കും, ഇവിടെ മദ്രസ പഠിപ്പിക്കും, ഇവിടെ ജുമാ നമസ്കരിക്കും, 5 നേരം ബാങ്ക് വിളിക്കും. സാറ് ചുക്കും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം ചെയ്തോളാൻ പറഞ്ഞ് ഇതാ നിൽക്കുന്നത് പറഞ്ഞ് വെടിവെക്കാൻ പറഞ്ഞു. സാറിൻ്റെ തോക്കിൽ വെടിവെക്കാൻ പറഞ്ഞു, തീർത്ത് പറഞ്ഞു. SP ഇവിടുന്ന് മുൻകാരോട് പറഞ്ഞ് ഗോവ വയ്ക്കെന്ന് പറഞ്ഞു. ഗോവ വലിക്ക് പറഞ്ഞു അവനോട് പള്ളി വെക്കും, അപ്പുറം വെക്കും, എന്തൊരു ചേട്ടാ നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് പറഞ്ഞു. അങ്ങനെ പോലീസിനെ പേടണം. പിന്നെ പോലീസുകാർ പിടിച്ചതാ. എനിക്ക് കേസിനകത്തുനിന്ന് ദിവസം പോലീസ് സ്റ്റേഷൻ, ഒന്ന് സർക്കിളിൽ ഒന്ന് പോലീസ് സ്റ്റേഷൻ, ദിവസം കേസ്, ഓരോ കേസുകൾ ഓരോരുത്തരുണ്ടാക്കുക, ഒരു കാര്യമില്ലാത്ത കേസുകൾ. SP എന്നോട് സർക്കിളിനെ വിളിച്ച് ചോദിച്ചിട്ട് ഇങ്ങനെ ട്രോന്ന് പത്രത്തിട്ട് ചോദിച്ച് നീ ആ തലപ്പാറക്കോട്ടയിൽ നിന്ന് കൊച്ചുവേലനല്ലേ? അതെ. നീയാണോ മുസ്ലിമായത്? അതെ. നീ എന്തിനാ മുസ്ലിമായത്? നമ്മുടെ മതത്തിൽ ദൈവം ഇല്ലായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മുടെ മതത്തിൽ ഏതാ സ്ഥിരതയുള്ള ദൈവം? എന്താ 3000 കോടി ദൈവങ്ങളുണ്ട്, ഏത് ദൈവത്തിനാണ് സ്ഥിരതയുള്ള? അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ദൈവന്മാർ, തമ്മളി വഴക്കുണ്ടാക്കുന്ന ദൈവന്മാർ, സ്ഥിരതയുള്ള ദൈവം ഏതാണെന്ന് ചോദിച്ചു. കാണുന്നതെല്ലാം ദൈവം. പിന്നെ ഇസ്ലാം മതത്തിൽ നീ കണ്ട ദൈവം, മുസ്ലിം മതത്തിൽ കണ്ട ദൈവം ആരാ പോലെ ആയിരിക്കുന്നത്? സാറേ അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ഈ മഹാപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് ഒരു രൂപം ഉണ്ടാക്കുക മനുഷ്യന് സാധ്യമേ അല്ല. അങ്ങനെ സാധിക്കുന്നത് എങ്ങനെയാണ്? ആ ദൈവത്തെക്കാണ് ഈ സൃഷ്ടികളെല്ലാം ഉണ്ട്. ആ ദൈവം നിരാശ്രയന, ഒരു ആശ്രയവും വേണ്ട, എല്ലാം കാണുന്നതും കേൾക്കുന്ന ഏകനായ ഒരു തമ്പുരാനുണ്ട്. അതാണ് ദൈവം, അതാണ് ഈശ്വരൻ. ആ ഈശ്വരനെ നമ്മുടെ മതത്തിൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പം നിന്റെ കാശെല്ലാം തീർന്നത് ചോദിച്ചു. അപ്പോൾ ഈ പത്രക്കാരെഴുതി ലക്ഷക്കണക്കിന് രൂപ അകത്താണ് എന്നെ ഇങ്ങനെ ഇസ്ലാമത്തിൽ കൊണ്ടുപോയെന്ന് പത്രക്കാരെഴുതി. കാശെല്ലാം തീർന്നത് ചോദിച്ചു. അപ്പം ഏത് കാശാണെന്ന് ചോദിച്ചു. കുറേ കാശ് കിട്ടി ചോദിച്ചു. മുസ്ലിങ്ങൾ ചുമ്മാ ഇങ്ങനെ ആദിവാസിയാക്കി ഇസ്ലാം സ്വീകരിക്കുന്നു, ഇസ്ലാം കളിയാക്കി ഒരു ചോദിച്ചു. സാറേ അതാണ് തെറ്റിയത്. ആദിവാസി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പേര് കൊടുത്തിരിക്കുന്ന, ആര് കൊടുത്തിരിക്കുന്ന ഒരു മനുഷ്യരാണ്. അത് നമ്മൾ തിരിച്ചറിയണം സാറേ എന്ന് പറഞ്ഞു. പറഞ്ഞു ഈ ഇസ്ലാം മതമേ അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സാധനമല്ല, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്ത്യ ഭരിച്ചത് ബാബർ, അക്ബർ, ഹുമയൂൺ ഇവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു. അന്നൊരു വിളംബരം നടത്തിയാൽ മതി എല്ലാം മുസ്ലിം ആകാൻ. ചെയ്തിട്ടില്ലല്ലോ. അന്ന് അവനവൻ്റെ ഭാഗത്ത് ഇഷ്ടാനുസരണം ജീവിക്കാനും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അന്ന് മുസ്ലിം ആക്കിയില്ല. ഇസ്ലാമത്തിൽ കാശ് കൊടുത്ത് ആളിനെ വാങ്ങേണ്ട ആവശ്യമേ ഇല്ല.
അതൊരു സത്യമാണ്. അത് കണ്ടെത്തുന്നവർ അതിൽ ഉറച്ചു നിൽക്കും. അതിന് ചന്ത വിൽക്കുന്ന ഉള്ളി വിൽക്കുന്നവർ വിൽക്കുന്നതാണോ എന്ന് ചോദിച്ചു ഇസ്ലാം മതം. കാശിന് കൊടുത്ത് എനിക്കറിയാം, എൻ്റെ കാശ് പോയല്ല, എനിക്കാരും കാശ് തന്നിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ കാശിന് വേണ്ടി തല കൊണ്ടതുമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം കൊണ്ട് ചാടി ഇസ്ലാമായത്. ഞാൻ 10 വർഷം കഷ്ടപ്പെട്ടിട്ട് ഇസ്ലാമായെന്ന് പറഞ്ഞ് അതിനകത്ത് പിന്തിരിപ്പിക്കാൻ സാറിനെ കൊണ്ടല്ല, ലോകത്തിൽ അള്ളാഹു ഒഴിച്ചാൽ ആർക്കും സാധ്യമല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് പേരില്ല. അപ്പം ഞാൻ ഈ പോലീസുകാർ എതിർത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഇവിടുന്ന് വലിയ രാഷ്ട്രീയക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്ന അവർ വിചാരിച്ചത്. ഞാൻ ബിസ്മി പറഞ്ഞത് പഠിച്ച നമ്പരാനെ തോക്കത്താ അള്ളാഹു പറഞ്ഞിട്ട് ഞാൻ പോയി. അള്ളാഹു എനിക്ക് കൂട്ടുണ്ടായിരുന്നു. അവിടുന്ന് എന്നോട് പുള്ളി പറഞ്ഞു, SP പറഞ്ഞ് പൊക്കോ, നിങ്ങൾ ഇവിടെ എപ്പം പിടിച്ചാലും കാണണമെന്ന് പറഞ്ഞു. ശരി പോരാന്നിട്ട് തരത്തിൽ ഒരു പേപ്പർ എടുത്തന്നെ തന്നിട്ട് പറഞ്ഞ് നിങ്ങളൊന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു. ഇനി ആരെ കോളനിയിൽ നിന്ന് ഇസ്ലാം സ്വീകരിപ്പിക്കലാന്ന് നിങ്ങൾ എഴുതി തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ ആവശ്യം എന്ത് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ നിർബന്ധ മതപരത്വം നിങ്ങൾക്ക് തന്നെ അകത്താക്കാം, ഇതെല്ലാം നിങ്ങൾ കണ്ടു വിദ്യ. ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒപ്പിട്ടില്ല. പിന്നെ ഒരു SI ഇങ്ങോട്ട് വന്നിട്ട് പോലീസുകാരോട് വന്ന് ഇസ്ലാമായവർ മുഴുവനും ചെല്ലാൻ പറഞ്ഞു. അടുത്ത സ്റ്റേഷനിലെ ഇവിടുന്ന് മുഴുവനും 10, 15, 30 പേര് പോയി പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിരന്ന് നിൽക്കുക. എന്നിട്ട് SI ഓരോരുത്തരോട് ചോദിക്കുക, നീ എന്തിനാണ് ഇസ്ലാമായത്, നീ എന്തിനാണ്. ഞാൻ ലാസ്റ്റാണ് നിന്നത്. എൻ്റെ അനിയനോട് ചോദിച്ച് നീ എന്തിനാണ് ഇസ്ലാമായത്. ഇപ്പം വന്ന സൽമാനോട് ചോദിച്ചു നീ ഇസ്ലാമായത്. ഞാനൊരു പുസ്തകം വായിച്ച്. നിനക്ക് വേറെ ഒരു പുസ്തകം വായിക്കാൻ കിട്ടിയില്ലടാ. അടുത്ത ചോദ്യമാണ്. ഒരു പുസ്തകം വായിക്കാൻ കിട്ടിയില്ലേ. അപ്പം ഞാൻ കയറി ചെന്നത്, സാർ എന്താ അറിയേണ്ടത്, ഇതെൻ്റെ സഹോദരങ്ങളാണ്, ഞാനാണ് ഇസ്ലാം സ്വീകരിച്ചത്. സാറിന് എന്താ അറിയേണ്ടത്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ ജീവിതം കണ്ട് അത് നന്മയാണെന്ന് തോന്നി അവരുടെ പുറകെ വന്നു. സാറിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവിടെ ഒരു വലിയ ആദിവാസി സമൂഹം ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് നീ അവരുടെ നേതാവല്ലായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ അല്ല ഷംസ് എന്നാന്ന് പറഞ്ഞു. ഞാൻ അത് തറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ പോലീസുകാരോടൊന്നും ഈ ലോകത്തൊന്നും ഒരു ആദിവാസി സംസാരിക്കുകയെന്ന്. ഈ ലോകത്ത് ഒരു ആദിവാസി ഒരു പോലീസുകാരോട് ഒരു ഫോറസ്റ്റുകാരനോട് ഒരു കാക്കിയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കത്തില്ല. അത് സംസാരിക്കണമെങ്കിൽ അവന് പ്രപഞ്ചനാഥനുമായിട്ട് ബന്ധമുണ്ടാവണം, സത്യത്തിൻ്റെ പാതയിലെത്തണം. ആദിവാസികളുടെ നേതാവില്ലായിരുന്നു. നീ ഇങ്ങനെ പോയാൽ അവരെല്ലാം, ഞാൻ പറഞ്ഞ അവരൊക്കെ ഇസ്ലാം സത്യം അറിഞ്ഞ് വരുന്നവരെ സ്വീകരിക്കും, ആരെ നിർബന്ധിക്കലാന്ന് പറഞ്ഞു. പിന്നെ അവർ പോലീസ് ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ ഇവിടെ കടന്നു വന്ന ഉടൻ പോലീസ് പുറകെ. ഇപ്പം ചമ്പലു എന്തിനാ വന്നത്, അവരുടെ കാര്യം എന്തായിരുന്നു, ഇവിടെ എന്തെല്ലാം ഭയങ്കര അന്വേഷണം. ഇവിടെ എത്ര കൊലപാതകം പിടിച്ചുപറി ആത്മഹത്യയൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നത്. ഇതിന് വല്ല ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു മനുഷ്യൻ സത്യത്തിൽ ജീവിക്കുന്നുണ്ടല്ലേ ഇതൊക്കുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം എന്ന പരിശുദ്ധ മതം രക്ഷയുടെ മാർഗം, പ്രപഞ്ചനാഥിനെ എത്താനുള്ള ഏക വഴി ഇസ്ലാം മാത്രമാണ്. എൻ്റെ കണ്ടെത്തലുകൾ, ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല, എൻ്റെ കണ്ടെത്തലുകൾ. ഈ സത്യം മരണം വരെ ഞാൻ ലോകത്തോട് വിളിച്ചു പറയും. 20ഓളം അല്ല 21 ഉണ്ട്. 20ഓളം കുടുംബങ്ങൾ ഇവിടെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം സ്വീകരിക്കാത്ത കുടുംബങ്ങളും ഇവിടെയുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഇപ്പോഴത്തെ നിലനിൽക്കുന്ന ബന്ധം എങ്ങനെയുള്ളതാണ്? അവർ നിലനിൽക്കുന്ന ബന്ധം ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ള അകൽച്ച. കാരണം ഇസ്ലാം സ്വീകരിച്ച കുടുംബങ്ങൾ മറ്റുള്ള കുടുംബങ്ങളിലെ ചില ചടങ്ങുകളിൽ പങ്കെടുക്കാറില്ല. അവരുടെ ആരാധന അതാണ് പങ്കെടുക്കാറില്ല. പിന്നെ വിവാഹം, മരണം, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കും. ഞാൻ എല്ലായിടത്തും പോകും, എല്ലാം സഹായവും ചെയ്യും. നമ്മൾ ഇസ്ലാം ആയതുകൊണ്ട് നമുക്ക് വേറെ മാറ്റം. നമ്മുടെ മനസ്സ് ആരും മതം മാറുന്നില്ല, മനസ്സല്ലേ മാറുക. മതം എങ്ങനെ മാറുക? മനസ്സല്ലേ മാറുന്നത്, വിശ്വാസമല്ലേ മാറുന്നത്. എന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ടിക്കെന്ന് പറഞ്ഞാൽ ഞാനോ ഈ കുടുംബത്തിൽ ഒരാളെ അവർക്ക് എത്രയോ ശ്രമിച്ച്, പോലീസുകാർ എത്ര ശ്രമിച്ച് കണ്ടെച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാമിനെ വിട്ട് പോവുകയില്ല. കാരണം ഞങ്ങൾ രക്ഷയുടെ വഴിയിലെത്തി, ഇനി ശിക്ഷയുടെ വഴിയിലേക്ക് പോകുന്നില്ല. ഇതിന് ആരും പണം മുടക്കിട്ടില്ല. പിന്നെ പത്രം എഴുതി ഇവിടെ പണം ഒഴുക്കുക എന്നാണ് പറഞ്ഞത്. ഓരോരുത്തർ ഇവിടെ പണം തന്നു പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഇവിടെ ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ വളരെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും തൊഴിലൊക്കെല്ലാം ജീവിക്കുന്നവരാണ്. നിങ്ങളെക്കുള്ള ചില സഹോദരങ്ങൾ, ചില സഹായങ്ങൾ വ്യക്തിപരം അത് മറുകൈ അറിയാതെ തന്നെ ചെയ്തു പോയിട്ടുണ്ട്. അതൊക്കെ ഒരു പണം കൊടുത്തുള്ള അത് വന്നവർക്കാണ്, ആരും വരാൻ വേണ്ടി. അങ്ങനൊന്നും പണമൊന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല. പിന്നെ പള്ളി വെച്ചത്, പള്ളി ഇവിടെ വെക്കണമെന്ന് പടച്ചതമ്പുരാൻ തീരുമാനിച്ച്. ഈ മലപ്പുറം, മഞ്ചേരി, പിന്നെ എരുമേലി ജാഥ ഈ മുസ്ലിങ്ങളാണ് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ അധ്വാനത്തിന്റെ ഫലമാണ് പള്ളി. പള്ളി വെച്ച് തന്നു. ഒരു വീട്ടിൽ തന്നെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും താമസിക്കുന്ന അവസ്ഥയുണ്ടോ? ഉണ്ട്, ഈ ഗ്രാമത്തിലുണ്ട്. ഒരു വീട്ടിൽ തന്നെ അച്ഛൻ ഇപ്പൊ ഞങ്ങൾ 11 മക്കളാണ്. 6 പെണ്ണും 5 ആണും. ഞങ്ങൾ 3 പെണ്ണും 4 ആണുമാണ്, 3 ആണുമാണ് ഇസ്ലാം സ്വീകരിച്ചത്. ബാക്കി 4 പെണ്ണും ബാക്കിയുള്ളവർ പുറത്ത് നിൽക്കുകയാണ്. അത് അവരുടെ വിശ്വാസം അനുസരിച്ച് പോവുക.
എല്ലാ കാര്യങ്ങളും ഞങ്ങളിപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടും. അവരോട് മറ്റൊരു വെറുപ്പിന്റെ സമീപനമൊന്നുമില്ല. അവർക്കൊരു വെറുപ്പിന്റെ, അവർക്കൊരു അകലച്ചുണ്ട്, അവർക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു അകലച്ചുണ്ട്. ഏത് അവർക്ക് ഇങ്ങോട്ടൊരു എന്താ ചില കാര്യങ്ങളിൽ അടുത്ത വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ ഇവിടെ യാതൊരു ഒരു പ്രശ്നവുമില്ല. എല്ലാവരും സഹോദരങ്ങളെ ഒന്നിച്ച് കഴിയുന്നു, ഒന്നിച്ച് ജീവിച്ചു പോകുന്നു, പരസ്പരം ഇടപാടുകൾ നടത്തുന്നു, സഹായങ്ങൾ അങ്ങോട്ട് എന്നൊരു കുഴപ്പമില്ല. അത് കുടുംബക്കാരായാലും മറ്റുള്ളവരായാലും ബന്ധങ്ങൾക്കൊന്നും യാതൊരു ഇത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ലല്ലോ. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് കുടുംബബന്ധം തകർക്കണമെന്നോ സമൂഹ ബന്ധം തകർക്കണമെന്നോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ലല്ലോ. ഇവിടെ നോമ്പോറൊക്കെ ഇവിടെ നോമ്പോറൊക്കെ ഇവിടെ കൂടുതൽ വരുന്ന മുസ്ലിം അല്ലാത്തവരല്ലേ വരുന്നത്. അവരവിടെ വിളമ്പ് പോലും ചിലപ്പോൾ ചില ചെയ്യുന്നത്. അങ്ങനെയുള്ള വിവേചനം വ്യത്യാസമൊന്നും ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിനകത്തുള്ള മാറ്റം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇസ്ലാമായവരുടെ വസ്ത്രധാരണം, ജീവിതത്തിൻ്റെ പശ്ചാത്തലം, ചുറ്റുപാടുകൾ, ദൈവിക ആരാധന, ഭക്ഷണം കഴിക്കൽ, ഉറക്ക ഉണർവ്, പിന്നെ ദിനചര്യകൾ, ഇതിനൊക്കെ ഒരു കൃത്യനിഷ്ഠ വന്നിട്ടുണ്ട്. അതാണ് ഞങ്ങളുള്ള മാറ്റം, വിശ്വാസം. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കുക. ഈ പറഞ്ഞില്ല, ഈ വന്ന കുടുംബങ്ങൾ മുഴുവൻ മദ്യം കച്ചവടക്കാരുമാണല്ലോ. അത്രയും പേര് തന്നെ ഇസ്ലാം സത്യത്തിലേക്ക് വന്നപ്പോൾ അത്രയും ആരാധകത്വം കുറഞ്ഞില്ലേ? തിന്മകളെല്ലാം ഒഴിഞ്ഞുപോയി, തിന്മകളെല്ലാം നിർത്തി ഏറ്റവും വലിയ നന്മയിലേക്ക് ഞങ്ങൾ വന്നു. ഈ 20 കുടുംബത്തിലും ഒരു കാലഘട്ടം നിങ്ങൾ പടം നോക്കുക, ഇവിടെ 8 സ്ത്രീകളെ ചുട്ടുകൊന്നു. ഈ ഗ്രാമത്തിലെ മദ്യത്തിൻ്റെ ഇവിടെ 60 വർഷമായിട്ട് ഇവിടെ ഭയങ്കര വ്യാജവാറ്റായിരുന്നു. എൻ്റെ വാപ്പായ്ക്ക് വാറ്റ്, ഈസ്ലാം സ്വീകരിച്ച അനിയന് വാറ്റ്, എൻ്റെ സഹോദരൻ ഹോൾസെയിൽ വിൽപ്പന. മുമ്പ് ഈസ്ലാം സ്വീകരിച്ച മുഴുവൻ കുടുംബങ്ങളിലും വ്യാജവാറ്റും അരാജകത്വമായിരുന്നു. കോളനി അട്ടഹാസവും നിലവിളിയില്ലാത്ത ഒറ്റ ദിവസം പോലും ഇല്ല. 6 സ്ത്രീകളെ ചുട്ടുകൊന്ന്, 3 പുരുഷന്മാരെ കുത്തിക്കൊന്ന്, 6 പേര് തൂങ്ങി വെച്ച. എൻ്റെ പിക്ചറായത്, ഞാൻ വരച്ചതായതൊക്കെ. ഇതൊരു അത്രമ്പല്ലേ. ഇവിടെ ഇസ്ലാം വന്നതിന് ശേഷം ഞാനൊരു വ്യക്തി ഇതിനെതിരെ പ്രതികരിച്ച് 2010 ശേഷം 2002 ശേഷം ഒരു തുള്ളി മദ്യം ഈ കോളനിയിലില്ല. ഈ സമൂഹം മുഴുവൻ പറയുന്നു ഇസ്ലാമാണ് ഈ കോളനിയെ രക്ഷിച്ചത്. ഇവിടുത്തെ ഇസ്ലാമിനെ എതിർക്കുന്നവർ ശത്രുക്കളും പറയുന്നു. ഈ ഗ്രാമത്തിലെ ഗ്രാമനിവാസികൾ പറയുന്നു ഇവിടെ ഒരു ദിവസം വാങ്ക് വിളിച്ചില്ലേ, അവർ ചോദിക്കും എന്താ നിങ്ങളുടെ വാങ്ക് വിളിക്കുക. അത് മൈക്കിന് കേട് വന്നാൽ ഉടനെ ഞങ്ങൾക്ക് മറ്റുള്ളവർ ചോദിക്കുന്നത് ഇവിടെ നിന്നാ വാങ്ക് വിളിച്ചില്ല. ഈ സത്യത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. ഇതിന് ഒരുപാട് നിങ്ങൾ 20 കുടുംബങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ഗുണം യഥാർത്ഥത്തിൽ ഈ ഗ്രാമം മൊത്തം അനുഭവിക്കുന്നു. ഈ ഗ്രാമം മൊത്തം അനുഭവിക്കുകയാണ്. അതല്ല ഈ ഗ്രാമവാസികൾ ചോദിക്കട്ടെ, ഇവിടുത്തെ 60 വർഷം പഴക്കമുള്ള വ്യാജമദ്യം, ഇത്ര സ്ത്രീകളെ കൊല ചെയ്ത, ഇത്ര കുഞ്ഞുങ്ങൾക്ക് സമാധാനമില്ലാത്ത, പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് വീർപ്പ് മുട്ടിയ, എങ്ങോട്ട് ജീവിതം എന്ന് ചിന്തിച്ച ഈ ഗ്രാമത്തിൽ സമാധാനം എവിടുന്ന് വന്നു എന്ന് ഇവിടുത്തെ ഗ്രാമവാസികൾ പറയട്ടെ. ആര് കൊണ്ടുവന്നു? ഇസ്ലാം കൊണ്ടുവന്നു. അത് ഞാൻ പറയണ്ട, അവിടുത്തെ മറ്റുള്ള പിന്നെ വിശ്വാസികൾ പറഞ്ഞോളൂ, മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന അവർ പറഞ്ഞോളൂ. അവർ പറയുമല്ലോ ഇവിടെ ഇസ്ലാം വന്നതിന് ശേഷമാണ്. അതുകൊണ്ടല്ലേ ഇവിടെ പള്ളിയിൽ ഒരു വാങ്ക് വിളിച്ചില്ലേ മറ്റുള്ളവർ ചോദിക്കപ്പെടുന്നത്, എന്തുകൊണ്ട് പള്ളി വാങ്ക് വിളിക്കുന്നില്ല എന്ന്. പക്ഷേ ഈ സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സത്യത്തിലേക്ക് അധികം പേര് പോകാൻ പാടില്ല. പോയാൽ അവർ സത്യത്തിൻ്റെ പാതയിൽ നിൽക്കും. എന്നെ ചൂഷണം ചെയ്യണേ ഞാൻ എന്നും അടിമയായിട്ടിരിക്കണം. സർക്കാർ പോലും എന്താ ഇവിടെ പോലീസിനെ ഇവിടെ ഒരു പള്ളി വെച്ചത് പോലീസ് പൊളിക്കാൻ, പോലീസ് ഇവിടെ കാവലിടുക, പോലീസ് പള്ളി പൊളിക്കാൻ വരിക, അവിടെ നിർബന്ധിച്ച് ഒരുപാട് ശ്രമം അവർ കുറച്ച് പേർ തിരിച്ചും കൊണ്ടുപോയല്ല, നിർബന്ധിച്ച് തിരിച്ചും കൊണ്ടുപോയി, മറ്റുള്ളവരെ പേടിച്ച് അടി. എൻ്റെ വാപ്പായ്ക്ക് 80 വയസ്സുണ്ട്. എൻ്റെ വാപ്പായ്ക്ക് 80 വയസ്സിൽ ഇവിടുത്തെ സത്യനിഷേധികൾ എൻ്റെ വാപ്പായെ അടിച്ച് പല്ല് വഴി കളഞ്ഞ്, നട്ടൽ 2ആയിട്ട് വിട്ടുപോയി. മരിച്ചിട്ട് 4 മാസമേ ഉള്ളൂ. നട്ടൽ വിട്ടാണ് അന്നിരുന്നത്. വാപ്പ എന്ത് ചെയ്തിട്ടാണ്? മദ്യം കളഞ്ഞ്, മദ്യം ഉൽപ്പാദനം കഴിഞ്ഞ്, വിൽപ്പന കഴിഞ്ഞ്. അപ്പോൾ ഈ വാപ്പായെ കാണാൻ ഒരുപാട് ആൾക്കാർ വരും രാവിലെ വൈകിട്ട് കുടിക്കാൻ. വാപ്പ വിൽപ്പനക്കാരനാണല്ലോ. എന്തിൻ്റെ പേരിലാണ് വാപ്പ ചെയ്തത്? വാപ്പ മദ്യം കളഞ്ഞ്, മദ്യം തിന്മകൾ ഉപേക്ഷിച്ച് തമ്പുരാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല. ഈ ഏറ്റവും വലിയ നന്മ, എല്ലാത്തിനുമുപരി സൃഷ്ടാവായ നാഥനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് സ്വീകരിക്കുമ്പോൾ അത് ഏറ്റവും വലിയ തിന്മയായി ജനങ്ങൾ കാണുന്നു, അതിനെതിരെ പ്രതികരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇതാണോ സംഭവിക്കുന്നത്? അതാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു ഉത്തരം എനിക്കും കേട്ടിട്ടില്ല. എന്തുകൊണ്ട് ഈ ഇസ്ലാമിനെ ജനങ്ങൾ എതിർക്കുന്നു? എന്തുകൊണ്ട് ഒരാൾ ഇസ്ലാം വരുമ്പോൾ അവിടെ ജനങ്ങളെ തടയുന്നു? അതിൻ്റെ ഉത്തരം ഞാൻ കണ്ടുപിടിച്ചതാണ്. ഒറ്റ കാര്യമാണ് കണ്ടുപിടിച്ചത്. ഇന്ന് എൻ്റെ മക്കളോട് എൻ്റെ മക്കളോട് കാരണം
എൻ്റെ ഭാര്യ എൻ്റെ മകളും ഒക്കെ ഇവിടുന്ന് വസ്ത്രം ധരിച്ച് കിടക്കുന്ന കണ്ടാൽ എന്താണ് അവരുടെ ശരീരഭാഗങ്ങൾ മുഴുവൻ പുറത്തായിക്കൊണ്ടാണ് നടക്കുന്നത്. ഇത് കാണുന്നു ആശ്വസിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇന്ന് എൻ്റെ ഭാര്യയും മോളും പോയാൽ തിരിച്ചറിയത്തില്ല ആരാ പോകുന്ന ആരാണെന്ന്. ഭാര്യയാണോ പോകുന്ന മോളാണോ പോകുന്നത് തിരിച്ചറിയത്തില്ല. പർദ്ദയിട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഇത് സഹിക്കുക. ഇവിടുത്തെ ഒരു വീട്ടിലെ ഒരു പെണ്ണ് അതിസുന്ദരിയായ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയ ശേഷം അതിനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച സ്ഥലമാണ്. ഏത് നല്ല സുന്ദരിയാണ് ആദിവാസി പെണ്ണ്. അവർക്കുള്ള അയോഗ്യത ആദിവാസിന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു അയോഗ്യതയില്ല. ആർക്കും വേണേലും അവരുടെ അച്ഛനും അമ്മയൊക്കെ വളരെ പാവപ്പെട്ടവരാണ്. ഇന്ന് ആ പെണ്ണ് വലിയ പോയാലും അടുത്ത് തിരിഞ്ഞു നോക്കില്ല. കാരണം മക്കളായിട്ട് മറച്ചാ നടക്കുന്നത്. ഇത് അവർക്ക് സഹിക്കുമോ? അവസരങ്ങൾ നഷ്ടപ്പെടുകയല്ലേ എന്ന്. ആ പെണ്ണിൻ്റെ ശരീരഭാഗങ്ങൾ കണ്ട് ആശ്വസിക്കാനും ആ ദുർവിയോഗം ചെയ്യാനും ഉള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇതാർക്കും സഹിക്കത്തില്ല. ഇപ്പോൾ ഒരു 60 വയസ്സുള്ള പെണ്ണ് പോയാൽ 12 വയസ്സുള്ള പെണ്ണ് പോയാൽ പെണ്ണിൻ്റെ പ്രായം തിരിച്ചറിയത്തില്ല. കാരണം അവൾ അന്യപുരുഷനോട് നോക്കരുത്, അന്യപുരുഷനോട് യാത്ര ചെയ്യരുത്. ഇതൊക്കെ ഏത് മതത്തിലാണ് പഠിപ്പിക്കുന്നത്? സമൂഹത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സമൂഹത്തോടോ? ഇസ്ലാം എന്ന ആ പരിശുദ്ധിയിലേക്ക് ജനങ്ങൾ മനസ്സാലെ വന്നാൽ അവരെ തടയരുത്. പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ തടയരുത്. സ്വന്തം മനസ്സാൽ വരുന്നവർ അതത് കണ്ടെത്തി അതിൽ ഉറച്ചു നിന്ന് അതിൻ്റെ സുഖവും സൗഭാഗ്യം അവർ അനുഭവിക്കട്ടെ. ഇസ്ലാം സത്യമാണെന്നുള്ള ബോധ്യം ലോകത്തിന് വരുത്തി കൊടുക്കണം. ഇസ്ലാമാണ് സത്യം. ആ ബോധ്യം അതിന് ഉത്തരവാദിത്വം മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണം. അത് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം, അവരുടെ പ്രവൃത്തിയിൽ മാറ്റം ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ പിന്നെ മുസ്ലിങ്ങൾ എത്ര പേരാണ് വന്നത്? മാലിക് ദിനാറും കൂട്ടർ 6 പേരല്ലേ വന്നത്. ഇന്നിപ്പോൾ എത്ര ശതമാനമാണ്? 30% ഇതൊന്നും പെറ്റുപറിക്കുന്നതല്ലല്ലോ. പ്രബോധനം തന്നെയാണ് ഇതിന്റെ ഒരു പരിഹാരം എന്നാണ്. പ്രബോധനമാണ് ഒരു പരിഹാര മാർഗം. ഇവിടെ അമുസ്ലിമായ അമ്മ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് മുസ്ലിമായ മകന് കൊണ്ടുകൊടുക്കുകയും അത് കഴിക്കുകയും അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ അവർ ഒരു വീട്ടിൽ തന്നെ സൗഹാർദ്ദത്തിൽ കഴിയുന്നു. സൗഹാർദ്ദത്തിന് അവരുടെ മതം ഒരു തടസ്സമല്ല, ഒരു തടസ്സവുമല്ല. എന്നാൽ ആരാധനകളിൽ നിന്ന് അവർ വിട്ടു നിൽക്കുന്നത്. ഇവിടെ എന്റെ സ്വന്തം പെങ്ങളും മക്കളും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എന്റെ പെങ്ങളുടെ മകളും ഭർത്താവും മക്കളും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ എന്റെ പെങ്ങളും അളിയനും ഇസ്ലാം സ്വീകരിച്ചവരുമാണ്. അവരൊന്നിച്ചാണ് താമസിക്കുന്നത്. അവിടെ യാതൊരു വിവേചനവും ഇല്ല. അവിടെ നീ മുസ്ലിം ആണോന്നോ ഒരു വീട്ടിലാണ് ഒന്നിച്ചാ കിടക്കുന്നത്, ഒന്നിച്ചാ സഹകരിച്ച് നടക്കുന്നത്. എന്റെ മക്കളോടൊപ്പം അവരെല്ലാം നടക്കുന്നത്. യാതൊരു വിവേചനവും കാണിക്കുന്നില്ല. കാണിക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പിന്നെ ചില കാര്യങ്ങൾ വിട്ടു നിൽക്കുന്നത്. അവരുടെ ആരാധന കർമ്മങ്ങൾ അവർ ചെയ്യട്ടെ എന്നുള്ള മാതിരി മറ്റ് ഒന്നുമില്ല. മറ്റൊക്കെ അത് വെറുതെ ഒരു കുപ്രചരണം നടത്തുന്നത്. ഇവരെ ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ അങ്ങോട്ട് പിന്നെ മിണ്ടുകല പറയുക എന്നൊക്കെ വേറൊരു ഇതാണ്. പക്ഷെ ഇപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്തോട് ഗ്രാമങ്ങളിലും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കണം, സത്യത്തിൻ്റെ സന്ദേശം എത്തിക്കണം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ 20 കുടുംബത്തിലെ അരാജകത്വവും അന്ധകാരവും മദ്യവും അതെല്ലാം കളഞ്ഞ് ഞങ്ങളുടെ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്നില്ലേ? സ്വസ്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കലില്ലേ? ഇതിന് മാർഗനിർദ്ദേശം തന്നെ എവിടെ? ക്രിസ്തു മതത്തിൽ ഞങ്ങൾ പോയതല്ലേ? ഹൈന്ദവ മതമായിട്ട് ജീവിച്ചതല്ലേ? ഇവിടെ ഒന്നും ഞങ്ങൾക്ക് കിട്ടാത്തൊരു ബാക്കി ഇസ്ലാം മതത്തിൽ ഒരു മുസ്ലിങ്ങളെ കൊണ്ട് തന്നതല്ലല്ലോ. ആ മതത്തിന്റെ ചട്ടക്കൂടാണത്. അതനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം. ഇന്ന് ഏതൊരു മതത്തിൽ പഠിക്കുന്നുണ്ട്? ഇന്നൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന വേറൊരു മതം ഈ ലോകത്തുണ്ടോ? അത് തന്നെ ഇത് സ്രഷ്ടാവിൽ നിന്നുള്ള മതമാണെന്നതിന്റെ അത് തന്നെ ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. ആരും ഉണ്ടാക്കുമ്പോൾ മറ്റുള്ള മതങ്ങൾക്കൊക്കെ ഒരു സ്ഥാപകന്മാരുണ്ട്. എന്റെ പഠനത്തേക്ക് മനസ്സിലാക്കിയത് കാണും. ഒരു സ്ഥാപകന്മാരുണ്ട്, അവർക്കിഷ്ടമുള്ളതാണ് നിയമങ്ങൾ. ഇത് പ്രപഞ്ചനാഥനായ ഈശ്വരന്റെ നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്.